അലാ റസൂൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വികസനം, മനുഷ്യനും പ്രകൃതിയും, ഗാഡ്ഗിലിൽ നിന്നും EIA-ലേക്കുള്ള ദൂരം എന്ന വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നമുക്കറിയാം, നമ്മുടെ നാട് വളരെ നല്ല ഒരു ഭൂപ്രദേശമാണ്. മനുഷ്യ ജീവിതം വളരെ സുഖകരമായി മുന്നോട്ട് പോകുന്ന കാലാവസ്ഥയും പരിസ്ഥിതി അന്തരീക്ഷവുമാണ് നമ്മുടെ കേരളം. എന്നാൽ കുറച്ച് കാലങ്ങളായിട്ട് ചില പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ വരൾച്ചയും അതുപോലെ മറ്റുള്ള പല രൂപത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ വികസന പ്രവർത്തനങ്ങളാണ് എന്നതാണ്. തീർച്ചയായും ഈ പ്രകൃതിയിലുള്ള വിഭവങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. മനുഷ്യർക്ക് അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുവാൻ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. അതേസമയത്ത് മനുഷ്യന്റെ അത്യാർത്തിയും തീർത്തും ഭൗതികമായ ചിന്താഗതിയും അങ്ങേയറ്റത്തെ സുഖഭോഗ തൃഷ്ണയുമൊക്കെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രകൃതിയെ കൂടി ചൂഷണം ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിച്ചിട്ടുണ്ട്. ലാഭം ഉണ്ടാക്കുവാൻ വേണ്ടി, സുഖസൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണിനെ പോലും നാശമാക്കുന്ന പ്രവർത്തനങ്ങളിൽ മനുഷ്യർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതിന്റെ രൂപീകരണ കാലം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ അനിവാര്യമാണ് എങ്കിൽ പോലും തെറ്റായ വികസന നയങ്ങൾ മണ്ണിനെയും അതുപോലെ മനുഷ്യന്റെ മറ്റുള്ള പാരിസ്ഥിതികമായ അവസ്ഥകളെയുമൊക്കെ കേടുവരുത്തുന്ന രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ, മനുഷ്യന്റെ ജീവിതത്തെ വഴിമുട്ടിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, സാധാരണക്കാരനെ കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, അത്തരം തെറ്റായ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഭൂഷണമല്ല എന്ന് സോളിഡാരിറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതിന്റെ രൂപീകരണ കാലത്തു തന്നെ ഉയർത്തിയ മുദ്രാവാക്യമായിരുന്നു മണ്ണിനും മനുഷ്യനും വേണ്ടി വികസനത്തിന് ഒരു തിരുത്ത് എന്നുള്ളത്. തീർച്ചയായും കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രമേയമായിരുന്നു അത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പല വിധത്തിലുള്ള പരിപാടികളും, ബോധവൽക്കരണ പരിപാടികളും അതുപോലെയുള്ള പല സമര പരിപാടികളും ഒക്കെ തന്നെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മണ്ണിനും മനുഷ്യനും വേണ്ടി നടത്തിയിട്ടുണ്ട്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്, മാധവ് ഗാഡ്ഗിൽ കൊണ്ടുവന്ന പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, അത് പരിപൂർണമാണ് എന്നുള്ളതല്ല, അതിൽ ചില പോരായ്മകൾ ഉണ്ടായേക്കാം. എങ്കിൽ പോലും അത് പരിഗണിക്കണമെന്ന് സോളിഡാരിറ്റി അന്ന് തന്നെ പറഞ്ഞിരുന്നു. അതിനുവേണ്ടി പല വിധത്തിലുള്ള സമര പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. നമ്മുടെ ഭരണകൂടം
അതിനെ അവഗണിച്ചു എന്ന് മാത്രമല്ല, നമുക്കറിയാം ഏറ്റവും പുതുതായി EIA പോലുള്ള നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ചു കളയാൻ കഴിയുന്ന രൂപത്തിലുള്ള നിയമനിർമ്മാണത്തിലേക്കാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് സോൾഡാറ്റ് യൂത്ത് മൂവ്മെന്റ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു കാര്യമാണിത്. കൂടുതലായി ഈ സന്ദർഭത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ പരിപാടിയിൽ നമ്മളുമായി സംവദിക്കുവാൻ പ്രഗത്ഭരായ അതിഥികൾ ഉണ്ട്. അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഇടപെടുന്ന, അതിൽ പഠനങ്ങൾ നടത്തിയ, അതുമായി ബന്ധപ്പെട്ട പലവിധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹാമിദ് അലി മാഷ് നമ്മുടെ കൂടെ ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറാംഗം ടി മുഹമ്മദ് സാഹിബ് ഉണ്ട്. ഈ ഒരു പരിപാടിയിൽ നമ്മളുമായി സംസാരിക്കുവാൻ വേണ്ടി ഇവിടെ ഈ മീറ്റിംഗിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഹമീദ് അലി വാഴക്കാടിനെ ഈ പരിപാടിയിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ സമാപനം നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറാംഗവും സോൾഡാറ്റ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന ടി മുഹമ്മദ് വേളം അവറുകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ എത്തിച്ചേർന്നിട്ടുള്ള, ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും വളരെ ഹൃദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ജില്ലാ പ്രസിഡന്റ് OK ഫാരിസിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. പ്രകൃതിയെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും ലോകത്തെല്ലാ കാലത്തും ചർച്ചകൾ നടന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ചർച്ച നടത്താനുള്ള പ്രധാന വിഷയം EIA 2020 എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, വികസനം, പ്രകൃതി, മനുഷ്യൻ, ഇസ്ലാം തുടങ്ങിയ വിഷയങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളാണ്. കാരണം പ്രകൃതിയോട് എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്, മനുഷ്യന് പ്രകൃതിയെ എത്രത്തോളം ഉപയോഗപ്പെടുത്താം, മനുഷ്യന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പ്രകൃതിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് തുടങ്ങി ധാരാളം വിഷയങ്ങൾ ഇസ്ലാം അതിന്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ പ്രകൃതിവാദികൾ അതിന്റെ എക്സ്ട്രീം തലം പറയുമ്പോൾ, പ്രകൃതിയുടെ ആത്യന്തികവാദം പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത്, ഇസ്ലാമിന്റെ ഭാഷയിൽ സംസാരിക്കുന്നത് സന്തുലിതമായ പ്രകൃതിയോടുള്ള സമീപനത്തെ കുറിച്ചാണ്. ചിലപ്പോൾ മരം വെട്ടരുത് എന്ന് നിർബന്ധം പിടിക്കുന്നിടത്ത് നിന്ന് ആവശ്യത്തിന് മരം വെട്ടാമെന്നും, എന്നാൽ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിൽ വനങ്ങൾ മുഴുവൻ വെട്ടി നശിപ്പിക്കുന്നതിലേക്ക് പോകരുത് എന്നുമുള്ള ഒരു സമീപനം ഒരുപക്ഷെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. ഇത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഓരോ വിഷയത്തിലും ഇത്തരം സമീപനങ്ങൾ നമ്മൾ സ്വീകരിച്ചു പോരുന്നുണ്ട്. അതേപോലെ അങ്ങനെ സ്വീകരിക്കേണ്ടതുമുണ്ട്. ഇതിന്റെ പുറമെ ഉള്ളതാണ് നമ്മുടെ സർക്കാരുകൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നയങ്ങളും അതേപോലെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ടുകളുമൊക്കെ. പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ മനുഷ്യനും ഉള്ളപ്പോൾ തന്നെ പ്രകൃതിയെ ചൂഷണം ചെയ്യുവാനും മനുഷ്യൻ തന്നെ പലപ്പോഴും മുന്നിട്ടിറങ്ങാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ അതിനെ തടയിടുവാനുള്ള
പരിഹാരം എന്നുള്ളത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിയന്ത്രണങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ വനവുമായി ബന്ധപ്പെട്ട് വനം സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ ഒരു കാലഘട്ടത്തിൽ ഗവൺമെന്റ് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും നമ്മുടെ നാട്ടിലും രാജ്യത്തുമൊക്കെ വനം നിലനിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ വനം കയ്യേറുകയും മുഴുവൻ വനവും ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തൊക്കെയുള്ള മുഴുവൻ വനവും ജനതാമസമുള്ള സ്ഥലങ്ങളായി മാറിത്തീർന്നേക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഗവൺമെന്റിന്റെ ഓരോ ഘട്ടത്തിലെയും പ്രകൃതിയുമായി ബന്ധപ്പെട്ട സമീപനങ്ങൾ വളരെ പ്രസക്തമാണ്. അതേപോലെ മനുഷ്യന് അതിനോടുള്ള സമീപനം പ്രസക്തമാണ്. ഇസ്ലാമിന് അതിനോടുള്ള കാഴ്ചപ്പാടുകൾ വളരെ പ്രസക്തമാണ്. ഇസ്ലാം പ്രകൃതിയെ സമീപിക്കുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടി എന്നുള്ള നിലക്ക് കൂടിയാണ്. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ആയി സൃഷ്ടിച്ചതാണ് പ്രകൃതി. അള്ളാഹുവിന്റെ ആയത്തുകളെ കുറിച്ച് ഖുർആനിൽ പല രീതിയിൽ പറയുന്നുണ്ട്. ഖുർആനിലെ ആയത്തുകൾ അള്ളാഹുവിന്റെ ആയത്താണ്. പ്രവാചകന്മാരുടെയും മുൻകഴിഞ്ഞ സമൂഹങ്ങളുടെയും ചരിത്രം പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ ആയത്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ആയത്ത് എന്നുള്ള ഒരു പരാമർശം ഖുർആനിൽ നടത്തുന്നത് പ്രകൃതിയുമായും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുമായും ബന്ധപ്പെട്ടാണ്. അഥവാ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും ഓരോ സസ്യജാലങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടി എന്നുള്ള നിലക്ക് മനുഷ്യന് അള്ളാഹുവിനെ കണ്ടെത്തുവാനുള്ള ആയത്തുകൾ കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖുർആനിലെ ഒരായത്ത് കാണുന്നത് പോലെ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളെയും കാണുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരുപക്ഷെ പ്രകൃതിയിലെ ഒരു ജീവജാലം കുറ്റിയറ്റു പോകുന്നുണ്ടെങ്കിൽ, വംശനാശം സംഭവിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ഒരായത്താണ് പ്രകൃതിയിൽ നിന്ന് നഷ്ടപ്പെടുന്നത് എന്നുള്ള ബോധം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതുണ്ട്. അഥവാ അള്ളാഹു മനുഷ്യന് അള്ളാഹുവിനെ കണ്ടെത്താനുള്ള മാർഗങ്ങളായി സൃഷ്ടിച്ചിട്ടുള്ള ആയത്തുകൾ അത് പരമാവധി നിലനിൽക്കുക എന്നുള്ളത് തന്നെയാണ് അള്ളാഹുവിന്റെ സുന്നത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ അർത്ഥത്തിൽ കൂടി പ്രകൃതിയോടുള്ള സമീപനം നമുക്കുണ്ടായി തീരണം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഥവാ പ്രകൃതി ഇസ്ലാമിന്റെ വശത്ത് നിന്ന് ആലോചിക്കുമ്പോൾ വളരെ പ്രസക്തമാണ്. എന്നാൽ അതോടൊപ്പം മനുഷ്യന് ഉപയോഗപ്പെടുത്തുവാൻ കൂടിയാണ് പ്രകൃതിയിലെ വിഭവങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിലെ സസ്യജാലങ്ങളായാലും അതിലെ മൃഗങ്ങളായാലും ഒക്കെ സമുദ്ര ഉൽപ്പന്നങ്ങളായാലും ഒക്കെ മനുഷ്യന് ഭക്ഷണമായൊക്കെ തന്നെയാണ് അള്ളാഹു പലപ്പോഴും പരിചയപ്പെടുത്തുന്നത്. എന്നാൽ അതിനെ നശിപ്പിച്ചുകൊണ്ടല്ല, അതിന്റെ വികസന സാധ്യതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രകൃതിയുടെ നാശം വരുത്താതെ അത് ഉപയോഗപ്പെടുത്തുവാനുള്ള സമീപനമാണ് മുസ്ലിം എന്നുള്ള നിലക്ക് ഏതൊരു മനുഷ്യന്റെയും ബാധ്യത. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രഗത്ഭരായ രണ്ട് വ്യക്തിത്വങ്ങൾ തന്നെയാണ് നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഒന്ന് ഹാമിദ് അലി സാഹിബാണ്, മറ്റൊന്ന് ടി മുഹമ്മദ് സാഹിബാണ്. രണ്ടുപേരെയും കൂടുതൽ പരിചയമുള്ള ആളുകളായിരിക്കും ഇതിൽ ഉണ്ടാകുക എന്നുള്ളത് കൊണ്ട് കൂടുതൽ പരിചയപ്പെടുത്തുന്നില്ല. ഏതായാലും അതിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. ഇൻഷാ അല്ലാഹ് ആദ്യമായി ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുവാൻ വേണ്ടി ഹാമിദ് അലി വാഴക്കാടിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്ക് ഇപ്പോ ഇങ്ങനെ ഒരു ചർച്ച നടത്താൻ സാഹചര്യമൊരുക്കിയത് EIA എന്ന പേരിൽ നിലവിലുണ്ടായിരുന്ന ഒരു പ്രകൃതി സംരക്ഷണ നിയമത്തെ
ഒരു പുതിയ ഡ്രാഫ്റ്റ് കൊണ്ടുവന്ന് പരിഷ്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് EIA ഡ്രാഫ്റ്റ് 2020 എന്ന പേരിൽ വന്നിരിക്കുന്ന പുതിയ കരട് വിജ്ഞാപനത്തിൽ അടിമുടി അത് നേരത്തെയുള്ള നിയമത്തെ അസാധുവാക്കാനുള്ള, അതല്ലെങ്കിൽ നിലവിലുള്ള ഏതെല്ലാം സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ടോ അതിനെല്ലാം അസാധുവാക്കാൻ, ഫലത്തിൽ ഇല്ലാതാക്കാനാണ് ഈ പുതിയ കരട് വിജ്ഞാപനത്തെ സർക്കാർ ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൌൺ കാലത്ത് പൊടി തട്ടി ഇറക്കിയത്. ഇതിന് വളരെയേറെ പ്രസക്തമായ കുറെ കാര്യങ്ങൾ ഇതിൽ പിന്നണിയിലുണ്ട്. ഇതൊരു പരിസ്ഥിതി വിഷയം മാത്രമല്ല, ഇത് ജനാധിപത്യത്തെ ബാധിക്കുന്നതാണ്, ഇത് മനുഷ്യന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമാണ്. രാജ്യത്തെ നിയമനിർമ്മാണങ്ങളെ എങ്ങനെയൊക്കെ അട്ടിമറിച്ച് ഇല്ലാതാക്കാം എന്ന വിഷയത്തിൽ ഉൾപ്പെടുത്താവുന്നതുമാണ്. ഒന്നാമതായിട്ട് ഇത് പ്രഖ്യാപിച്ച മാർച്ച് മാസത്തില് മറ്റൊരു പ്രഖ്യാപനം കൂടിയുണ്ട്. ആ സമയത്താണ് ലോക്ക്ഡൌൺ രാജ്യത്ത് സമ്പൂർണമായിട്ട് നമ്മൾ യാത്ര ഉൾപ്പെടെ സകല കാര്യങ്ങളും നിരോധിച്ച് ജനങ്ങള് വീടിന്റെ അകത്ത് അല്ലെങ്കിൽ തെരുവിൽ നിന്ന് മാറി നിന്ന ഒരു സമയത്താണ് ഈ വിധി, ഈ ഒരു ഡ്രാഫ്റ്റിനെ പുറത്തിറക്കുന്നത്. അപ്പോ ആ ഒരു സമയം തന്നെ തെരഞ്ഞെടുത്തത് ബോധപൂർവമാണ്. ഈ ഡ്രാഫ്റ്റ് ആരും അറിയാതെ നടപ്പാക്കണമെന്ന ഒരു താല്പര്യം അതിന്റെ പിന്നണിയിൽ ഉണ്ടായിരുന്നു എന്നതാണ് അത് വ്യക്തമാക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരിക്കും. പാർലമെന്റിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ജനങ്ങളുടെ മുന്നിൽ അത് ഒരു ഡ്രാഫ്റ്റ് എന്ന നിലയിൽ ചർച്ച ചെയ്യേണ്ടതും ജനങ്ങളുടെ ഭാഷയിൽ അത് പുറത്തിറക്കേണ്ടതും, രാജ്യത്തെ ഭരണഘടന അംഗീകരിച്ച ഒരു ഭാഷയിൽ അത് പുറത്തിറക്കിയിട്ടില്ല. 2 ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമായിട്ടാണ് അത് പുറത്തിറങ്ങിയത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒട്ടനവധി ദുരൂഹതകളുള്ള ഒരു ഡ്രാഫ്റ്റ് പുറത്തിറങ്ങിയപ്പോഴാണ്, അത് വളരെ വൈകിയാണ് നമ്മുടെയൊക്കെ ഇടയിൽ അത് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. വളരെ വൈകി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളോടൊക്കെയുള്ള നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ പത്രപ്രവർത്തകരുടെ അന്വേഷകരുടെ ഒക്കെ താല്പര്യക്കുറവോ കഴിവുകേടോ. കാരണം ഈ ഡ്രാഫ്റ്റ് പുറത്തിറങ്ങിയ സമയം തൊട്ടേ ഇത് ചർച്ച ചെയ്യേണ്ടിയിരുന്നു. പക്ഷെ നമ്മളൊക്കെ അറിയുന്നത് ഇത് പിന്നീട് പല വ്യവഹാരങ്ങളിലൂടെ, കോടതി വ്യവഹാരങ്ങളിലൂടെ ഒക്കെ പലരും കടന്നുപോയതിന്റെ ശേഷം ആണ് നമ്മൾ കേരളത്തിലൊക്കെ വിശേഷിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴേക്ക് ആഗസ്റ്റ് 11 ഈ ഡ്രാഫ്റ്റിനെ കുറിച്ചും നമുക്കുള്ള ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ അറിയിക്കാനുള്ള ഇമെയിൽ സന്ദേശം അയക്കാനുള്ള തീയതിയുടെ ആ തൊട്ടടുത്ത ഒരാഴ്ചയിലാണ് കേരളത്തിൽ ഇത് ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെ ആവട്ടെ, ആ ഡ്രാഫ്റ്റിൽ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല കാര്യമായിട്ട്. കാരണം നിങ്ങളത് പത്രങ്ങളിലൂടെ മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെ വിശദാംശങ്ങളിലേക്ക് കടന്നുപോയിട്ടുണ്ടാകും. എന്നാൽ ഇത് ഈ പ്രശ്നം ഉന്നയിക്കുന്നത്, നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പ്രശ്നം നമ്മുടെ മുന്നിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി തുറന്നു കാണിക്കുന്നു. ഒരു ജാഗ്രത ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എന്തെല്ലാം നിയമങ്ങളാണ് നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്നത് എന്നത് നമ്മുടെ മുന്നിൽ വലിയ ചോദ്യമായിട്ട് ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ നമ്മുടെയൊക്കെ ആളുകളുടെയൊക്കെ ഒരു കണ്ണ് എല്ലാ വഴിയിലും ഓടിയെത്തിയില്ലെങ്കിൽ രാജ്യം തന്നെ, രാജ്യത്തിലെ പ്രകൃതി വിഭവങ്ങള് മറ്റു എന്തെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടോ അതെല്ലാം മൊത്തത്തില് ആരുടെയൊക്കെ കൈകളിലേക്ക് വഴുതി പോകും എന്നതിന്റെ വളരെ വ്യക്തമായ തെളിവ് കൂടിയാണ് ഈ കാര്യം. ഒരർത്ഥത്തിൽ തന്നെ നമ്മുടെ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ നയിക്കുന്ന മന്ത്രി തന്നെയാണ് ഖനിജങ്ങളുടെ മന്ത്രിയും എന്നുള്ളതാണ് ഇതിലെ ഒന്നാമത്തെ വിരോധാഭാസം എന്ന് പറയുന്നത്. രണ്ടും കൂട്ടിമുട്ടുന്ന, പരസ്പരം ഒന്നൊന്നിനെ റദ്ദ് ചെയ്യുന്ന രീതിയിലാണല്ലോ രാജ്യത്ത് കാര്യങ്ങൾ നടക്കുന്നത്. ഒരു ഖനി കാടിന്റെ അകത്തോ മറ്റോ ഒരു ഖനി വർക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് നടപടിക്രമങ്ങളിലൂടെ അത് കടന്നുപോയി അത് ഏറ്റവും കുറഞ്ഞ ദുരന്തങ്ങൾ സമ്മാനിച്ചുകൊണ്ട് മാത്രം മുമ്പോട്ട് പോകാൻ സാധിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അപ്പോഴേക്ക് കുറെ നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ കമ്പനിക്ക് ധാരാളം സാമ്പത്തിക ബാധ്യതകളൊക്കെ വന്നു ചേരും. ഈ
എൻവയൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടായി തീർന്നത് നിരന്തരമായ ഈ ജനകീയ പോരാട്ടങ്ങളുടെ ഒപ്പം തന്നെ രക്തസാക്ഷ്യങ്ങളുടെ ഒക്കെ തുടർച്ചയായിട്ടാണ്. അത് സർക്കാരുകൾ അതിലേക്ക് എത്തിച്ചേർത്തതാണ്. ഒരു ഉദാഹരണത്തിന്, നമ്മളൊരു റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ട്രെയിൻ കടന്നു പോകുന്ന ഒരു റെയിൽ പാളം നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത്, ഒരു ട്രെയിൻ ആയ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് ആ ട്രെയിൻ ഇല്ലാത്ത നേരം നോക്കി കടന്നു പോകും. ട്രെയിനുകളുടെ എണ്ണം കൂടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഗേറ്റ് സ്ഥാപിക്കും. ഇതാണ് റെഗുലേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നേരത്തെ ഒരാളോ രണ്ടാളോ ഉള്ള ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വണ്ടികൾ മാത്രം ഓടുന്ന ഒരു പാതയിൽ കൂടുതൽ കൂടുതൽ വണ്ടികളും ആളുകളും വന്നു ചേരുമ്പോൾ അവിടെ നമ്മൾ ഗേറ്റ്മാനെ സൂക്ഷിക്കും. പിന്നീട് അത് കുറച്ചുകൂടി ആധുനികവൽക്കരിക്കും. പിന്നെ മേൽപ്പാലം പണിയും. അങ്ങനെ നമ്മൾ അതിനെ നിരന്തരമായ ചട്ടക്കൂടുകൾ ഉണ്ടാക്കി പരിഷ്കരിച്ച് ഏറ്റവും അപകടം കുറഞ്ഞ ഒന്നാക്കി അതിനെ മാറ്റിയെടുക്കും. അതാണ് ഒരു വളരുന്ന ഒരു സമൂഹത്തിന്റെ അടയാളം എന്ന് പറയുന്നത്. ഈ വളരുന്ന ഒരു സമൂഹത്തിന്റെ അടയാളത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതുണ്ടാക്കുന്ന സൈഡ് എഫക്ട്സുകൾ എന്തൊക്കെയുണ്ട് എന്നുള്ളത് പഠിക്കുക എന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ പല നിയമങ്ങളെയും നിർമ്മിച്ച് അതിനെ പരിപാലിച്ച് കൊണ്ടുവന്നത്. അപ്പോ മാവൂർ ഗോളിയറൻസ്, ഇതില് പലരും കേട്ടിട്ട് കാണും. മാവൂർ കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ ശ്രദ്ധേയമായ ധീരമായ നിലപാട് സ്വീകരിച്ച ഒരു പ്രസ്ഥാനം കൂടിയാണ്. ഇതില് അന്ന് സോൾഡാറ്റ് നിലവില്ലെങ്കിലും സോൾഡാറ്റയുടെ മാതൃപ്രസ്ഥാനം. മാവൂർ കമ്പനി 57 മാവൂരിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഇന്ത്യയില്, കേരളത്തില് ഒരു പരിസ്ഥിതി ആഘാത പഠനം നടത്താനുള്ള സാഹചര്യമില്ല. കാരണം അത്തരം ഒരു ഫാക്ടറിയോ അത്തരം ഒരു തരത്തിലുള്ള ആഘാതങ്ങളോ നമുക്ക് പരിചിതമല്ല. സ്വാഭാവികമായിട്ട് നമ്മളൊരു ഫാക്ടറി പണിയുന്നു, ആ ഫാക്ടറിയിൽ അനേകം ഉൽപ്പന്നങ്ങളും അതുപോലെ അതിൽ വരെയൊക്കെ തൊഴിലും നൽകുന്നു. പിന്നീട് പതുക്കെ നമുക്ക് മനസ്സിലാകുന്നു അത് ശുദ്ധജലം ഇല്ലാതാക്കുന്നു, അത് പുഴയെ മലിനപ്പെടുത്തുന്നു. കുറെ കാലം കഴിഞ്ഞപ്പോ ഫാക്ടറി വിപുലീകരിക്കപ്പെട്ടപ്പോൾ അന്തരീക്ഷ വായുവിൽ മലിനപ്പെടുന്നു. ജനങ്ങളുടെ ജീവിതം ഏറ്റവും ദുസ്സഹമായ ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങള്, പുഴ വളരെ വലിയൊരു ചാലിയാർ എന്ന വലിയൊരു പുഴ തന്നെ മൊത്തത്തിൽ ഇല്ലാതായത് കോഴിക്കോട് ജില്ലക്കാർക്ക് അത് വേഗം മനസ്സിലാവും. അങ്ങനെ ദീർഘമായ ഒരു സമരം തന്നെ കമ്പനിക്കെതിരായിട്ടുണ്ടായി. അപ്പോഴേക്കാണ് ആ തുടങ്ങുന്ന സമയത്ത് ഇല്ലാത്ത നിയമങ്ങൾ പിന്നീട് നമ്മൾ കമ്പനിക്ക് വേണ്ടി വാദിച്ചു കൊണ്ടുവരികയാണ്. ഇന്നെന്ന അളവിലൊക്കെയാണ് വെള്ളം മലിനപ്പെടുത്താൻ പാടുള്ളൂ, പല റെഗുലേഷൻസുകളും കൊണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഫാക്ടറികൾ രാജ്യത്ത് പല ഭാഗത്തും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന ഒരു കാലം കഴിഞ്ഞുപോയി. പക്ഷെ പിന്നീടാണ് നമ്മൾ മനസ്സിലായത് ഈ ഫാക്ടറികൾക്കൊക്കെ ലൈസൻസ് വേണം. അവർക്ക് എന്തെല്ലാം ആഘാതങ്ങൾ ഉണ്ടാക്കും, അതൊരു പുഴയെ എങ്ങനെയാണ് തകർക്കുക, അന്തരീക്ഷത്തെ എങ്ങനെ ബാധിക്കും, അത് കാടിനെ എങ്ങനെ നശിപ്പിക്കും, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ടെന്ന് പിന്നീട് തീരുമാനിക്കുന്നു. അങ്ങനെ 86-ല്, പിന്നീട് 2006-ലുമായിട്ട് 84-ലും 2006-ലും ആയിട്ട് ഈ രാജ്യത്തുടനീളം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു ചട്ടക്കൂടും വ്യവസ്ഥയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് പാകപ്പിഴവുകളുണ്ട്. ആ വ്യവസ്ഥ ഉണ്ടായിട്ട് പോലും 2006-ലെ ഈ EIA നിലവിൽ വന്നതിന്റെ ശേഷവും ഇത് ലംഘിച്ചുകൊണ്ട് ധാരാളമായിട്ട് പ്രവർത്തനം നടക്കുന്നുണ്ട്. എന്നാലും നമുക്ക് പറയാൻ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതായിരുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം. ഇതിൽ ലംഘിച്ചാണ് നമ്മൾക്ക് ഒരുപാട് ഫാക്ടറികൾ, അതിന്റെ ദുരന്തങ്ങളൊക്കെ നമ്മൾ കണ്ടത്. ഈ നമ്മുടെ നാട്ടിൽ തന്നെ പല കമ്പനികളും പ്രവർത്തിച്ചത് ഈ നിലവിൽ ഈ നിയമം നിലനിൽക്കെ തന്നെയാണ്. അതിനെതിരായിട്ട് ധാരാളം സമരങ്ങൾ കേരളത്തിന് പുറത്തും നടക്കുന്നുണ്ട്. പല ഡാമുകൾ പണിതത്, പലതരത്തിലുള്ള രാസ ഫാക്ടറികൾ ഉണ്ടായത്, വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മൈനിങ് പ്രവർത്തനങ്ങൾ നടന്നതൊക്കെ ഈ നിലവിലുള്ള നിയമം നിലനിൽക്കെ തന്നെയാണ്. അതിനെ അട്ടിമറിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിലെ ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. എന്നാലും നമുക്ക് കോടതിയിൽ പോകാം, ജനങ്ങൾക്ക് വാദിക്കാം നിലവിലുള്ള നിയമത്തിനെതിരാണെന്ന്. ആ ഒരു നിയമത്തെയാണ് ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു രക്ഷയില്ല. ഇത് ഒരാൾ എന്തെങ്കിലും ഒരു നടപടിയായിട്ട് കടന്നു വരുന്നുവെങ്കിൽ അതിന് 6 മാസത്തിന് ശേഷം ആ ഒരു
ഫാക്ടറി പ്രവർത്തിക്കാം. 6 മാസത്തിന് ശേഷം ഒരു ക്ലിയറൻസ് NOC നേടിയാൽ മതി എന്നാണ് പുതിയ കരടിലെ ഏറ്റവും അപകടം പിടിച്ച വ്യവസ്ഥ എന്ന് പറയുന്നത്. ഒരു കുന്ന് ഇടിച്ചു നിരത്തിയിട്ടാണ് ഒരു ഫാക്ടറി പണിയുന്നതെങ്കിൽ ഇടിച്ചു നിരത്തുന്നതിന് മുന്നേ ആണ് അത് തടയേണ്ടത്. അവർ ഫാക്ടറി പണിതു 6 മാസത്തിന് ശേഷം നമ്മൾ സർക്കാർ പറയുകയാണ് അതിന് ക്ലിയറൻസ് വേണ്ട എന്ന് പറയുമ്പോഴേക്ക് നഷ്ടപ്പെടാനുള്ളത് മുഴുവൻ നഷ്ടപ്പെടും എന്നതാണ് ഏറ്റവും ദാരുണമായ കാര്യം. ഒരു മരത്തിന്റെ കൊമ്പ് മുറിക്കാനാണ് ഒരു ഉത്തരവെങ്കിൽ ഒരേ മരത്തിന്റെ കൊമ്പാണ് എല്ലാവർക്കും മുറിക്കാൻ കൊടുത്തതെങ്കിൽ അതാണ് പലത്തിന് സംഭവിക്കുന്നത്. രാജ്യത്ത് ഈ വ്യവസ്ഥ ലഘൂകരിക്കുന്നതോടുകൂടി ഏതെല്ലാം തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റാത്തത്ര വലുതാണ് എന്നതാണ് ഇപ്പോൾ വരുന്ന ചിത്രം. കാരണം 1.5 ലക്ഷം സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ള, അതിനു മേലെ വിസ്തൃതിയുള്ള നിർമ്മാണങ്ങൾക്ക് മതി ലൈസൻസ് എന്ന് പറയുന്നത്. ഒരു 2-3 ലുലു മാളിനേക്കാളും വലുതായിരിക്കും ഈ 1.5 ലക്ഷം സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു എയർപോർട്ടിലെ 2-3 ഇന്റർനാഷണൽ ടെർമിനലുകൾക്ക് സമാനമായിരിക്കും അത്. അപ്പൊ ഇത്ര വലിയ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇനി ഈ ലൈസൻസ് ഒക്കെ ആവശ്യമുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ വീടിന്റെ മേലെ, നമ്മുടെയൊക്കെ പുഴവക്കത്ത്, നമ്മുടെ കടൽ തീരത്ത്, നമ്മളെ തലക്ക് മുകളിൽ ഇങ്ങനെ എന്തും ആർക്കും എന്തും ചെയ്യാം എന്ന നിലയിലേക്കാണ് രാജ്യത്തെ വ്യവസ്ഥകൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരം. ജനങ്ങൾ ഇപ്പോഴും ഇത് എന്നെ ബാധിക്കില്ല എന്ന നിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ ഒരു നമ്മുടെ ഈ കൂടിക്കാഴ്ചയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ജനങ്ങളുടെ ഇടയിലേക്ക് ഈ കാര്യത്തെ നിങ്ങൾ ഏതെല്ലാം തലത്തിൽ കൊണ്ടുവരണം, അതിന് എന്തെല്ലാം വഴികളുണ്ട് എന്ന് ചർച്ച ചെയ്യുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൂടി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കണം എന്നാണ് ഇപ്പോ എനിക്ക് പ്രധാനമായും തോന്നുന്നത്. കാരണം മറ്റതെല്ലാം നമുക്ക് റെഫർ ചെയ്യാം. ജനങ്ങൾ എപ്പോഴും കരുതിയിരിക്കുന്നത് അത് ആരെയോ ബാധിക്കുന്നത്, ഏതോ കാടെന്തോ പോകും, അത്രയൊക്കെയാണ് ജനങ്ങൾ വിചാരിക്കുന്നത്. കാടുമായി ബന്ധപ്പെട്ട വല്ല പരിപാടിയുമാണ് ഈ പരിസ്ഥിതി എന്ന് പറയുമ്പോൾ. കേരളത്തിൽ വിശേഷിച്ച് ജനങ്ങൾ വിചാരിക്കുന്നത് ഈ പ്രകൃതി പരിസ്ഥിതി എന്നൊക്കെ പറയുമ്പോൾ കാട്, ആന, കാട്ടുപോത്ത്, ഒരു കടുവ, വേണമെങ്കിൽ ഒരു പുഴ, അത്രയൊക്കെയാണ്. ആ പുഴയും കാടും കടുവയും കാട്ടുപോത്തും ആനയും ഇതെല്ലാമാണ് പരിസ്ഥിതി എന്നാണ് വിചാരം. പക്ഷെ ഈ പ്രകൃതി പരിസ്ഥിതി എന്നൊക്കെ പറയുന്ന വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നതിന്റെ യഥാർത്ഥമായ ഒരു തലം, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അത് എന്റെ ചുറ്റുപാട് എന്നുള്ളതാണ്. ആ ചുറ്റുപാട് എന്ന് പറയുമ്പോൾ ഞാനും എന്റെ മക്കളും എന്റെ വീടും എന്റെ കുടുംബവും എന്റെ പറമ്പും ഒക്കെ പെടും. ഇതിനെയാണ് അടിമുടി തകർക്കാൻ പോകുന്നത്. അപ്പൊ ഇതാണ് ജനങ്ങളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. പരിസ്ഥിതി ഒരു വിഷയം അല്ല. എങ്ങനെ പാഠം പോലെ ഒരു പാഠഭാഗം പോലെയുള്ള ഒരു സുവോളജി, ബോട്ടണി, മാത്തമാറ്റിക്സ്, ഫിസിക്സ് എന്നൊക്കെ പറയുന്ന പോലെ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ഒരു വിഷയമായിട്ട് ഇതിനെ ചെറുതാക്കരുത് എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഇത് ജീവിതമാണ്. ഈ ജീവിതത്തെ കുറിച്ചുള്ള ഒരു സമഗ്രമായ ചിത്രം ജനങ്ങളുടെ ഇടയിലേക്ക്, ഈ ഒരു പ്രകൃതിയുമായിട്ട് ഇണങ്ങുക എന്നത് ഇസ്ലാം തന്നെ ആ വാക്കിൽ തന്നെ ഉണ്ട്. ഈ ഇണങ്ങിയിട്ട് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുക എന്നതിന്റെ സൂചന നൽകുന്നുണ്ട്. പ്രകൃതിയോട് ചേർന്ന ജീവിതത്തെയാണ് അത് വിഭാവനം ചെയ്യുന്നത്. ഒരു മനുഷ്യൻ ഏറ്റവും നന്നായി ജീവിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും നന്നായി പ്രകൃതിക്ക് ഇണങ്ങി ജീവിക്കുന്നു എന്നത് തന്നെയാണ്. വിഭവങ്ങളോടുള്ള സമീപനം വളരെ പ്രധാനമാണ് അതിൽ കേട്ടോ. വിഭവങ്ങളോടുള്ള സമീപനം, വിഭവം എന്നുള്ളത് എൻ്റെ ആവശ്യത്തിനുള്ളത് മാത്രമാണ്. ബാക്കി അത് ആവശ്യത്തിൽ കൂടുതൽ അത് സംഭരിച്ചു വെക്കുന്നത്, അത് കൈവശം വെച്ച് ദൂർത്തടിക്കുന്നത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണെന്നും വളരെ വ്യക്തം. ഇതിനൊരു സാമൂഹ്യ നീതിയുണ്ട്. വിഭവങ്ങളെ കുറിച്ച് കൃത്യമായി നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അതിന്റെ സാമൂഹ്യ നീതി വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാളുടെ കയ്യിൽ ധാരാളം കാശുണ്ട് എന്നതുകൊണ്ട് ഇത്ര വിഭവങ്ങൾ അയാൾക്ക് കൈവശം വെക്കാം എന്ന് ഒരിക്കലും അതിനർത്ഥമില്ല എന്നതാണ് അതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഒരു വീട്ടില് ഒരു 5 പഴം കൊണ്ടുവന്നു. ധാരാളം പണമുള്ള ഒരു കുട്ടി കയ്യിൽ അത് കൊടുത്തിട്ട് 5 വാങ്ങി കഴിച്ചു. ഈ കാശില്ലാത്ത കുറച്ച് പേര് അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു, കുറച്ച് കാശുമായിട്ട് ഇരിക്കുന്നവർ. ആ വീട്ടിലേക്ക് വന്നിരിക്കുന്ന പഴത്തെ വാങ്ങാൻ കാശില്ലാതെ ഇരിക്കുന്ന മറ്റു കുട്ടികൾ അത് നോക്കിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വന്നിരിക്കുന്ന വിഭവത്തെ തുല്യമായി പങ്കുവെക്കണം എന്നാണ്
നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഏറ്റവും ഉത്തമമായ അവസ്ഥ എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചാൽ തീരുന്നതാണ് പ്രകൃതിയിലെ പല വിഭവങ്ങളും. അല്ലെങ്കിൽ ഒരു നിർണിത കാലത്തേക്ക് ഒരു വസ്തുവിനെ നമുക്ക് കയ്യിൽ കിട്ടും. അപ്പൊ ആ ഒരു കുറഞ്ഞ കാലത്തേക്ക് മറ്റു കാലം കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. ഉദാഹരണത്തിന് നമ്മുടെ ആഹാരം തന്നെ അധികാലത്തേക്ക് സൂക്ഷിക്കുക എന്നുള്ളത് പ്രയാസകരമാണ്. അപ്പൊ അത് കിട്ടുന്ന സമയത്ത് എല്ലാവരിലേക്കും തുല്യമായി എത്തിച്ചേരുക. ഇങ്ങനെ മണ്ണും നമ്മുടെ മരങ്ങളും ചെടികളും അതിലെ ഫലങ്ങളും ഒക്കെ തുല്യമായ അർത്ഥത്തിൽ ഉപയോഗിക്കാനും അമിതമായിട്ട് അത് ഉപയോഗിച്ച് കളയാതിരിക്കാനുമുള്ള വിശാലമായ ആ ഒരു തലത്തെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ മതത്തെ അല്ലെങ്കിൽ ദീനിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആലോചിച്ച് പ്രചരിപ്പിക്കേണ്ടത്. ഇതിനും ഒരു സാമൂഹ്യ നീതിയുണ്ട്. പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗത്തിനും ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന കുന്നുകൾ ഇങ്ങനെ ഇടിച്ചു നിരത്താൻ പറ്റില്ലെന്നും ഈ വയലെന്ന് പറയുന്നത് ഈ വ്യവസ്ഥയെ നിലനിർത്താൻ പാകപ്പെട്ട ഒന്നാണെന്നും ഈ വയലുകൾ വെള്ളം നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ഈ നാട്ടിൽ വെള്ളം ഉണ്ടാവുകയുള്ളൂ എന്നും ആ വെള്ളം അവിടെ നിൽക്കുക എന്നുള്ളത് പുഴ കരകവിഞ്ഞൊഴുകാതെ വെള്ളപ്പൊക്കം ഇല്ലാതെ നിലനിർത്താനും സഹായകമായ ഒരു കാര്യമാണ്. മാത്രമല്ല വെള്ളം നിൽക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് ജീവലോകങ്ങൾ അപ്പോഴതിനെ താൽക്കാലികമായിട്ട് മുട്ടയിടാൻ മത്സ്യങ്ങള്, തവളക്കുഞ്ഞുങ്ങൾ പെറ്റുവരുകാന്, തുമ്പികൾ പെറ്റുവരുകാന്, ധാരാളക്കണക്കിന് ജലജീവികളുടെ ഒരു ആവാസ വ്യവസ്ഥയായിട്ട് കുറഞ്ഞൊരു മാസം 5-6 മാസം ഈ വയലും വെള്ളവും അവിടെ നിലനിൽക്കണമെന്നും അത് പ്രകൃതിയുടെ താളത്തിന് പാകത്തിന് ആവശ്യമാണെന്നും നമ്മൾ തിരിച്ചറിയുന്നത് എപ്പോഴാണോ ആ സമയത്താണ് നമുക്ക് ഇതിനെ നിലനിർത്താൻ പറ്റും. അല്ലെങ്കിൽ ഇത് നമുക്ക് വെറും വിഭവം മാത്രമായി കഴിഞ്ഞാൽ, ചൂഷണം ചെയ്യാനുള്ള ഒരു വിഭവം മാത്രമായി തോന്നിക്കഴിഞ്ഞാൽ ആ വയൽ മണ്ണിട്ട് നികത്തുമ്പോൾ അതിന്റെ മൂല്യം വർദ്ധിക്കും, അതിന്റെ കമ്പോള മൂല്യം വർദ്ധിക്കും. നേരത്തെ പറയുന്ന പാരിസ്ഥിതിക മൂല്യങ്ങളെ ഈ പ്രകൃതിയിൽ നിലനിർത്തേണ്ട സന്തുലിത അവസ്ഥയ്ക്കും അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ തന്നെ താളത്തിൽ നിലനിർത്തേണ്ട അതിന്റെ ഏറ്റവും ഉയർന്ന ആ മൂല്യത്തെ മറക്കുകയും മറുഭാഗത്തെ നമ്മൾ കണക്കാക്കുന്ന നമ്മുടെ സാമ്പത്തിക കമ്പോള അടിസ്ഥാനത്തിലുള്ള മൂല്യത്തെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യും. ഇതാണ് ഇപ്പോ ഈ പറയുന്ന EIA ഡ്രാഫ്റ്റ് ഒക്കെ ഭേദഗതി ചെയ്യാൻ അടിസ്ഥാനമായി നമ്മളെ പ്രേരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ വികസനത്തിന് സഹായകമാകുന്നു എന്നാണ് ഒരേ ഒരു ന്യായം അതിന് പറഞ്ഞിരിക്കുന്നത്. മുമ്പിലൊരു തമാശക്ക് സന്തുലിത വളർച്ച എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഡ്രാഫ്റ്റിന് മുന്നിൽ. ആമുഖത്തിൽ സന്തുലിതമായ വളർച്ചയ്ക്കാണ് യഥാർത്ഥത്തില് ഈ രാജ്യത്തെ മൊത്തം പ്രകൃതി വിഭവങ്ങളെയും മൊത്തത്തിൽ ചൂഷണം ചെയ്ത് ആവുന്നത്ര തകർത്ത് ഈ മുതലുകളെല്ലാം കോർപ്പറേറ്റുകളുടെ ഇൻഡസ്ട്രിയൽ ലോബികളുടെ കൈകളിലേക്ക് എത്ര വേഗത്തിൽ എത്തിച്ചു കൊടുക്കാം എന്ന മാത്രമാണ് ഈ പുതിയ ഡ്രാഫ്റ്റ് ചർച്ചയ്ക്ക് വെക്കുന്നത്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ഡ്രാഫ്റ്റിനെയും ഈ വിഷയത്തെയും എങ്ങനെയൊക്കെ എത്തിക്കാൻ സാധിക്കുമോ അത്തരത്തിലുള്ള വഴികൾ ആലോചിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഈ സന്ദർഭത്തിൽ. ആ വഴികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതും കൂടുതലായിട്ട് ചിന്തിക്കേണ്ടതും. അപ്പൊ ജനങ്ങൾക്ക് തോന്നണം ഈ ഡ്രാഫ്റ്റ് എന്നല്ല, ഇത്തരത്തിലുള്ള ഏത് പ്രകൃതി വിഷയങ്ങളിലും ഒരു കരുതൽ ഇല്ലെങ്കിൽ അത് സംസ്ഥാന സർക്കാരിനും ഈ നിയമത്തോട് വലിയ അലർജിയൊന്നുമില്ല. അത് പലതരത്തിലുള്ള റിപ്പോർട്ടുകളിലൂടെ നമ്മൾ കാണുന്നതാണ്. പലതരത്തിലുള്ള നിയമങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. സമീപകാലത്തായിട്ട് വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന എസ്റ്റേറ്റുകളുടെ മരം മുറിക്കാമെന്നും കോറി മാറമടകൾക്ക് ഇത്ര ദൂരം മതിയെന്നും അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള നിയമങ്ങളെ ലഘൂകരിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലൂടെയും അന്തിമമായ ഫലം, തിക്തഫലം എന്ന് പറയുന്നത് പെട്ടിമുടിയിൽ സംഭവിച്ച, കവളപ്പാറയിൽ സംഭവിച്ച, അതുപോലെ തന്നെ പുത്തുമലയിൽ ഉണ്ടായതുപോലെയുള്ള മഹാമനുഷ്യ ദുരന്തങ്ങളെ, സാധാരണക്കാരെ ബലി കൊടുക്കുന്ന പ്രകൃതി ദുരന്തങ്ങളിലേക്കാണ് ഇതിന്റെയൊക്കെ ആത്യന്തികമായ ഫലം എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്ക് പിന്നീട് ഒരിക്കലും പെട്ടെന്ന് തിരുത്താനോ അത് ഏതോ അർത്ഥത്തില് ആ ദുരന്തങ്ങൾ ലഘൂകരിക്കാനോ സാധ്യമല്ല. ദീർഘകാലത്തെ പ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ടായ നമ്മുടെയൊക്കെ കൈകടത്തലുകളിലൂടെ, നമ്മുടെയൊക്കെ നിരന്തരമായ ഈ പ്രകൃതി വിരുദ്ധമായ സമീപനങ്ങളിലൂടെ ഒന്നു ചേർന്നതിന്റെ തിക്തഫലങ്ങൾ കഴിഞ്ഞ 10-25 വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ലോകത്താകമാനമുള്ള, നമ്മൾ മലയാളികൾ മാത്രമല്ല, നമ്മൾ മലയാളികളെക്കാളും വലിയ പങ്ക് ലോകത്തെ പല വൻകിട രാജ്യങ്ങൾക്കുണ്ട്. ഇവരൊക്കെ ചെയ്തു കൂട്ടിയതിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കാൻ നമ്മളാണ് കൂടുതൽ വിധിക്കപ്പെട്ടത് എന്നതാണ് ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം.
കാരണം നമ്മള് കേരളം എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത് അതീവ ദുർബലമായ ഒരു സ്ഥലത്താണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മലയാളികളെ ബോധ്യപ്പെടുത്തുന്നു. ഒരു മനുഷ്യ സമൂഹത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത് അവരെ എവിടെയാണ് ഏതൊക്കെ തലത്തിലുള്ള വിഭവങ്ങളെ ഏതൊക്കെ അർത്ഥത്തിലുള്ള വസ്തുക്കളെ ഉപയോഗിച്ച് അവർ ജീവിക്കുന്നു എന്നതും കൂടി ഈ സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം ഒരു മണ്ണില് നമ്മളിപ്പോ വയനാട്ടുകാർ അറിയേണ്ട കാര്യം, വയനാട് എന്ന് പറയുന്നത് ആനയും കാട്ടുപോത്തും കടുവയൊക്കെ നിലനിൽക്കേണ്ട ഒരു സ്ഥലം എന്നതിന്റെ അപ്പുറത്ത് വയനാട്ടുകാർ മൊത്തത്തിൽ നിൽക്കുന്നത് ഏറ്റവും ദുർബലമായ ഒരു സ്ഥലത്താണെന്നുള്ളത് വയനാട്ടുകാർ എല്ലാവർക്കും ധാരണ ഉണ്ടാക്കി കൊടുക്കണം. കാരണം നന്നായി 4 ദിവസം തുടർച്ചയായി മഴ പെയ്താൽ പൊട്ടി ഒഴുകി താഴേക്ക് വരാനുള്ളതാണ് ഞങ്ങളുടെ കുന്നുകളെന്ന് അത്രമാത്രം ദുർബലമായ ഉറപ്പുള്ള പാറകളല്ല, കരിങ്കൽ മലനിരകളല്ല, വളരെ ദുർബലമായ മണ്ണ് നിറഞ്ഞ ഒന്നാണെന്നും ആ മലയുടെ താഴ്ഭാഗത്താണ് ഞങ്ങൾ കോഴിക്കോട്ടുകാരും മലപ്പുറത്തുകാരും താമസിക്കുന്നതെന്ന് വളരെ പ്രധാനമാണ്. മലപ്പുറത്തെ നിലമ്പൂർ ഭാഗത്ത് ചാലിയാർ തടത്തിൽ ഒരു കുട്ടിക്കും അറിയില്ലായിരുന്നു പുത്തുമലയിൽ ഉരുൾപൊട്ടുന്നത് വരെ. നിലമ്പൂരിലെ ഉത്തരവാദിത്തപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അധികാരികൾക്ക് പോലും നിലമ്പൂരിന് താഴ്ഭാഗത്ത് വെള്ളപ്പൊക്കം ഉണ്ടായ, പുത്തുമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് ചാലിയാറിൽ വൻ പ്രളയമുണ്ടായ സമയത്ത് വയനാട്ടിൽ മല വെട്ടിക്കഴിഞ്ഞാൽ അത് ഞങ്ങളെ ബാധിക്കുമെന്ന വിവരം ആദ്യമായിട്ട് അവരറിയുന്നത് ഈ പുത്തുമല ട്രാജഡി ഉണ്ടായ സമയത്താണ്. അത്ര കുറഞ്ഞ വിവരമേ ഇതിന്റെ തൊട്ടുമുകളിലുള്ള മലകളെ കുറിച്ച് നമുക്കുള്ളൂ എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തത്തിന്റെ ചിത്രം എന്ന് പറയുന്നത്. അപ്പം പുത്തുമല എന്ന് പറയുന്നത് വയനാട്ടിലല്ലേ, അത് നിലമ്പൂരിലുള്ള എന്നെ എങ്ങനെയാണ് ബാധിക്കുക? അത് താമരശ്ശേരി ചുരം കയറിയിട്ട് മേപ്പാടിയിലെത്തി ചുരൽമലയിൽ ചെന്ന് പുത്തുമല കാണുമ്പോഴേക്ക് എത്ര ദൂരം സഞ്ചരിക്കണം? നിലമ്പൂരിലുള്ള ഞാനും അതും തമ്മിൽ എത്ര അകലമുണ്ടെന്ന ഒരു സാമാന്യ യുക്തിയിൽ ചിന്തിക്കുകയായിരുന്നു എല്ലാവരും. ഇത് തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെയും കഥ. ഏതെല്ലാം മലയുടെ അടിവാരത്താണ് ഞങ്ങൾ താമസിക്കുന്നതെന്ന് കോഴിക്കോട്ടുകാർക്ക് ഒരു ധാരണയില്ല. കോഴിക്കോട് നഗരം പ്രളയത്തിൽ അകപ്പെടാൻ കോഴിക്കോട്ടെ ഒളവണ്ണയോ അല്ലെങ്കിൽ പാലാഴിയോ കോഴിക്കോടിന്റെ പരിസരത്തെ മറ്റെല്ലാ സ്ഥലങ്ങളും ഈ താഴ്ഭാഗത്ത് ഓരോ പുഴകളുടെയും ഒക്കെ തലപ്പുകൾ എവിടെയാണ്? ഇരുവഴിഞ്ഞ് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതിന് ചാത്തമംഗലത്തൂടെ ഒഴുകുന്ന ചെറുപുഴ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? പൂനൂർ പുഴ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? ഈ പുഴകൾക്കൊക്കെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കുക? ചാലിയാറിൽ ഫാക്ടറി വന്നപ്പോഴാണല്ലോ കോഴിക്കോട് നഗരത്തിന് കുടിവെള്ളം മുട്ടിയത് പല സന്ദർഭങ്ങളിൽ. അപ്പോഴാണ് ഇളമരത്ത് ബണ്ട് കെട്ടിയതും കോഴിക്കോട് നഗരത്തിലേക്കുള്ള കുടിവെള്ള പദ്ധതി ഈ താത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കുളിമാട് വെച്ചിട്ട് ഭംഗിയിൽ നടത്തിയതും. അപ്പൊ ഏതെല്ലാം പുഴയിലെ വെള്ളമാണ് ഞങ്ങൾ കുടിക്കുന്നത്? ഏതെല്ലാം പുഴ മലിനപ്പെട്ടാൽ ഞങ്ങളുടെ പൈപ്പ് ലൈനിൽ മലിനജലം വരും? ഒരു ധാരണയില്ല. ഏതെല്ലാം മല പൊട്ടിക്കഴിഞ്ഞാൽ എന്റെ മുറ്റത്ത് വെള്ളം കയറും? ഒരു ചിത്രവും ഇല്ല. അപ്പോ ഞാൻ നീട്ടുന്നില്ല, സമയം നമുക്ക് അധികമില്ല. ഈ സന്ദർഭത്തില് സോളിഡാരിറ്റി കോഴിക്കോട് ജില്ല ഇത്തരം ഒരു ചർച്ചയും ആ ചർച്ചയുടെ തുടർന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോവുക. അപ്പോ നമുക്ക് കുറെ കൂടി ഫലങ്ങൾ നേരത്തെ തുടങ്ങിയ കാലത്ത് വികസനത്തിനൊരു തിരുത്ത്, മണ്ണിനും മനുഷ്യനും വേണ്ടി ഈ മുദ്രാവാക്യത്തിന്റെ തുടർച്ച നിരന്തരമായി നടത്തേണ്ടത് തന്നെയാണ്. ഏറ്റവും പ്രസക്തമായ ഒരു മുദ്രാവാക്യമായിരുന്നു അത്രയും വർഷങ്ങൾക്ക് മുന്നേ വിളിച്ചിരിക്കുന്നത്. ഇന്ന് അതിൽ കൂടുതൽ ആ മുദ്രാവാക്യം ഏറ്റെടുത്ത് ഉച്ചത്തിൽ വിളിക്കേണ്ട സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നമുക്ക് ചർച്ചകൾ തുടരാം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സദസ്യർക്ക് അവസരം ഉണ്ടോ? ഞാൻ ഖത്തറിൽ നിന്നാണ്, വയനാട്ടുകാരനാണ്. ഓക്കെ, അത്യാവശ്യമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചോദിച്ചോ. ചോദിക്കുന്ന ആള് മാത്രം മ്യൂട്ട് ഒഴിവാക്കുക, എന്നിട്ട് ചോദിക്കാം. എനിക്ക് ഇപ്പൊ സംസാരിച്ച ആമിർ അലി സാഹിബിനോടാണ് പറയാനുള്ളത്. ഞാൻ സോൾഡാറ്റിന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു സുൽത്താൻ ബത്തേരിയില് നേരത്തെ. ഇപ്പം ഖത്തറിലാണുള്ളത്. അപ്പൊ നിങ്ങളിപ്പോ ആദ്യം തന്നെ നിങ്ങളെ ഒരു ധാരണ പിശകുകളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാൽപ്പനികമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോവാണ് നിങ്ങൾ. എന്തൊക്കെയോ കാര്യങ്ങൾ അതായത് ഒന്ന് നിങ്ങൾ പറഞ്ഞത് എൻവയോൺമെന്റൽ മിനിസ്റ്റർ അല്ല, മൈനിങ്ങിന്റെ മിനിസ്റ്റർ. അങ്ങനെയാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഭയങ്കരമായിട്ട് പരിസ്ഥിതി തീവ്രവാദം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ, വളരെ സൗമ്യമായ രീതിയിൽ പറയാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ അത് ഒന്ന്. രണ്ടാമത് EIA പ്രശ്നങ്ങൾ. EIA ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതുണ്ട്. അതുപോലെ നിയന്ത്രണങ്ങൾ കുറച്ച് കുറക്കുന്നുണ്ട്. അത് നമ്മൾ എതിർക്കേണ്ടതും ഉണ്ട്.
എല്ലാത്തിനും ഒരു സന്തുലിത സമീപനം വേണമെന്ന് അധ്യക്ഷൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതുപോലെ തന്നെ ഗാഡ്ഗിലിന്റെ കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പിന്നെ സ്വാഗത പ്രസംഗം പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. ഇതൊന്ന് സൂചിപ്പിച്ചിട്ടെന്ന് മാത്രം. അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നുള്ള നിങ്ങൾ ഈ പെട്ടിമലയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതിലൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. ഗാഡ്ഗിലിന്റെ അവസാന വാക്കല്ല. അതുപോലെ ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട് വയനാട്ടിൽ ജനവാസം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടാണ് എന്ന് അത് പഠിച്ച് മനസ്സിലാക്കിയ ആളാണ് ഞാൻ. അന്ന് തന്നെ സോൾഡാറ്റിനെ ഞാൻ എതിർത്തിരുന്നു. പിന്നീട് ഇപ്പോഴും ഞാൻ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ തരത്തില് അന്ധമായ പരിസ്ഥിതി തീവ്രവാദമായിട്ട് മുന്നോട്ട് പോകരുത്. ബാക്കി ഞാൻ അടുത്ത ക്ലാസ് കഴിഞ്ഞിട്ട് പറയും ഇൻഷാ അല്ലാഹ്. ഇതില് താങ്കള് വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വയനാട്ടിലുടനീളം ഉണ്ടായ ചർച്ച, ഗാഡ്ഗിലിനെ കുറിച്ചുണ്ടായ ചർച്ചയെ കുറിച്ച് ഞാൻ പരാമർശിച്ചിട്ടില്ല. അത് വേറൊരു വലിയ ചർച്ച നടത്തേണ്ട കാര്യമാണ്. ഗാഡ്ഗിൽ ഒരു അന്തിമ വാക്കേ അല്ല. ഗാഡ്ഗിൽ ഒരു റിപ്പോർട്ട് ആണ്. ഗാഡ്ഗിൽ എന്ന് പറയുന്നതും EIA എന്ന് പറയുന്നതും ഒട്ടും പരസ്പര പൂരിതമല്ല, ബന്ധിതവുമല്ല. EIA സർക്കാരിന്റെ നിയമത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്ന കൃത്യമായ ഒരു ഡ്രാഫ്റ്റ് ആണ്. ആ ഡ്രാഫ്റ്റ് നടപ്പിലാകുന്നതോടുകൂടി അത് രാജ്യത്തെ വ്യവസ്ഥയാണ്. മറ്റത് വ്യക്തികള് അല്ലെങ്കിൽ ഒരു സംഘം വ്യക്തികള് ഒരു വിഷയത്തിൽ നടത്തിയ പഠന റിപ്പോർട്ട് മാത്രമാണ്. ഇപ്പൊ ഞാനോ ഒരു സംഘവും ചേർന്ന് ഒരു വിഷയത്തിൽ നടത്തി ഒരു അഭിപ്രായം രേഖപ്പെടുത്തുമെങ്കിൽ ആ സംഘത്തെ ധാരാളമായിട്ട് നമുക്ക് കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ പഠിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യാം, തള്ളിക്കളയാം. ഈ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നതും അത് നിയമമായി വരാൻ സാധ്യതയുള്ള ഒരു അധികാര കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യവും ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഗാഡ്ഗിലോ കസ്തൂരിരംഗനോ അല്ലെങ്കിൽ ഉമ്മൻ റിപ്പോർട്ടോ ഒക്കെ പറയുന്നത് റിപ്പോർട്ടുകളാണ്. അത് റിപ്പോർട്ട് ഒരിക്കലും ഒരു രാജ്യത്തും നടപ്പാക്കില്ല പൂർണ്ണമായിട്ടും. ഇനി ഗാഡ്ഗിൽ ചർച്ച വെക്കുന്നത് തന്നെ ഗാഡ്ഗിൽ നടപ്പാക്കണമെന്ന് ഗാഡ്ഗിലാണ് പറയുന്നത്. അത് സർക്കാർ ഒരിക്കലും അത് ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ചല്ല EIA-യുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുമ്പോൾ പറയേണ്ടത്. അത് വേറെ കാര്യം. 2, ജാവേദ്കറിന് മൈനിങ് ചുമതല ഇല്ല എന്നുള്ളത് എവിടുന്ന് കിട്ടി എന്നുള്ളത് എനിക്കറിയില്ല. അത് എവിടെയാണ് അതിന്റെ പെശകെന്ന് പറ്റിയത് അറിയില്ല. ഞാൻ വായിച്ച റിപ്പോർട്ടിൽ അങ്ങനെ ഉണ്ട്, അദ്ദേഹത്തിന് മൈനിങ് ചാർജ് ഉണ്ട്. ഇനി അത് നിങ്ങളുടെ പല ധാരണകളും അങ്ങനെ തന്നെയാണ്. അതായത് നിങ്ങൾ എന്തോ വായിച്ചിട്ട് ആളുകളെ അങ്ങോട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് ഗാഡ്ഗിൽ റിപ്പോർട്ട് അല്ല ഞാൻ പറഞ്ഞത്. ഗാഡ്ഗിൽ റിപ്പോർട്ട് സോൾഡാറ്റിന്റെ പോസ്റ്ററിലുണ്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന്, ഗാഡ്ഗിലിൽ നിന്ന് EIA-യിലേക്കുള്ള ദൂരം എന്ന്. അതുപോലെ നിങ്ങൾ EIA-യിൽ എന്താണ് പ്രശ്നം എന്ന് നിങ്ങൾ പറയുന്നില്ല. അത് ജനങ്ങളിൽ എത്തിക്കണം എന്ന് പറയുമ്പോഴും അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ്, എന്റെ മുന്നിൽ അതിന്റെ മുഴുവൻ പോയിന്റുകളും ഉണ്ട്. ഞാൻ 2 ഫോണിൽ നിന്നാണ് ഇപ്പൊ സംസാരിക്കുന്നത്. ഒരു ഫോണിൽ ഞാൻ അതിന്റെ 40ഓളം നിർദ്ദേശങ്ങൾ കംപ്ലീറ്റ് ഉണ്ട്. അതിൽ എതിർക്കപ്പെടേണ്ടതുണ്ട്, എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അതുപോലെ എന്തുകൊണ്ട് നിങ്ങൾ അത് കൃത്യമായിട്ട് അത് പറയുന്നില്ല? അതുപോലെ നിങ്ങളുടെ നാട്ടില് അതുപോലെ വയനാടിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ എന്തോ ഇടിഞ്ഞു പോകാൻ പോകണം. വയനാട് ഒരു സമനില പ്രദേശമാണ് സുഹൃത്തെ. നിങ്ങൾ ഉദ്ദേശിച്ച മാതിരി മലയല്ല. വയനാട്ടിലേക്ക് കയറി പോകാൻ മാത്രമേ മലയുള്ളൂ. വയനാടും ബാംഗ്ലൂരും തമ്മിൽ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അത്രയും നീണ്ടു പരന്ന് കിടക്കുകയാണ് വയനാട്. ഇവിടുന്ന് നോക്കുമ്പോൾ ഉയരല്ല വയനാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അത് കൂടാതെ നിങ്ങളുടെ നാട്ടിലെ മൈനിങ്ങിനെതിരെ നിങ്ങൾ യാതൊന്നും പറയുന്നില്ല. മുക്കത്തുള്ള ക്വാറികൾക്കെതിരെ യാതൊന്നും പറയുന്നില്ല. അതുപോലെ അദാനിക്ക് വേണ്ടിയിട്ട് തീരെഴുതിയ ഈ പോർട്ട് ഉണ്ടല്ലോ, തിരുവനന്തപുരത്തെ വിഴിഞ്ഞം പോർട്ടിന് വേണ്ടിയിട്ട് 80 ലക്ഷം ടണ്ണാണ് കല്ലെടുക്കാൻ പോകുന്നത്. ഈ കല്ലെടുത്തു കഴിഞ്ഞാൽ പശ്ചിമഘട്ടം ഉണ്ടാവില്ല. അതെന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാതെ പശുവിനെ കെട്ടാൻ പാടില്ല, പശുവിനെ വളർത്താൻ പാടില്ല, അതുപോലെ ചെരിഞ്ഞ സ്ഥലത്ത് ഇതുണ്ടാക്കാൻ പാടില്ല എന്നൊക്കെയുള്ള നിയന്ത്രണങ്ങൾ ഇങ്ങനെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്നലെ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. 14 വന്യജീവി സങ്കേതങ്ങളിൽ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇതാക്കുന്നത്? ആകെപ്പാടെ വയനാടിന്റെ വിസ്തീർണം 2000 ചതുരശ്ര കിലോമീറ്റർ ആണ്. അതിൽ 150 ചതുരശ്ര കിലോമീറ്റർ മനുഷ്യവാസത്തിനുള്ളൂ. ബാക്കി മുഴുവൻ വനവും വൻകിട ഭൂവുടമകളുടെ കയ്യിലാണ്. ഈ 150 ചതുരശ്ര കിലോമീറ്ററിലുള്ള മനുഷ്യരെയാണ് നിങ്ങൾ പിന്നെയും കുടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് നിർത്തിക്കൂടെ എന്ന് വളരെ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് സോൾഡാറ്റിനോടും നിങ്ങളോടും ഒക്കെ. ഇത് താങ്കൾ എന്താണ് ആരോടാണ് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വിഴിഞ്ഞത്ത് തുറമുഖത്തിനെതിരായിട്ട് ഒന്നും പറഞ്ഞില്ല, അത് പശ്ചിമഘട്ടം തകർക്കില്ലെന്ന് പറഞ്ഞു നിങ്ങളെന്ന്. ഈ നിങ്ങളെന്ന് പറയുന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. വളരെ അപക്വമായിട്ടാണ് താങ്കൾ സംസാരിക്കുന്നത്. 2, പശ്ചിമഘട്ടത്തിന്റെ തലപ്പിലുള്ള വയനാടിലെ എല്ലാ കുന്നും നിലകളിലും മലനിരകളിലൂടെയും സഞ്ചരിച്ചിട്ടുള്ളത്
ഈ മലനിര പശ്ചിമഘട്ടത്തിന്റെ അതിർത്തിയാണെന്നും അല്ലെങ്കിൽ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഈ ഗുജറാത്തിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ താമരശ്ശേരി ചുരം കഴിഞ്ഞ് തൊട്ടു താഴെയുള്ള മലപ്പുറം ജില്ലയുടെ അതിർത്തിയിലുള്ള ചുരം, അത് നാടുകാണി ചുരം. ഈ നാടുകാണി ചുരത്തിന്റെ തൊട്ടു മേലെ വരെ പശ്ചിമഘട്ടം ഒരു മലനിരയല്ല. പശ്ചിമഘട്ടം ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അതിർത്തിയാണ്. ഇത് സൈലന്റ് വാലിയിലെ അതിർത്തി, സൈലന്റ് വാലി വരെ. അത് കഴിഞ്ഞാൽ പിന്നെ മണ്ണാർക്കാട് ചുരം കയറിയിട്ട് നമ്മൾ ആനക്കട്ടിയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ പശ്ചിമഘട്ടത്തിന്റെ മറ്റൊരു ചിത്ര കിട്ടുന്നത്. അവിടെ ഇറക്കമുണ്ട്. താമരശ്ശേരി ചുരം കയറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാൽ ചുരം കയറിക്കഴിഞ്ഞാൽ, പേരിയ ചുരം കയറിക്കഴിഞ്ഞാൽ, വയനാട്ടിലേക്കുള്ള ഈ പ്രധാന ചുരങ്ങൾ, കുറ്റ്യാടി ചുരം കയറിക്കഴിഞ്ഞാൽ, ഈ 4 ചുരം കയറുമ്പോഴും നമ്മൾ ചുരത്തിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇറങ്ങുന്നില്ല. ഇറങ്ങാതെ നമ്മൾ സഞ്ചരിക്കുന്നത് ഡെക്കാൻ പീഠഭൂമിയുടെ സമതല ദേശത്തു കൂടെയാണ്. ഈ അതിർത്തി സ്ഥലം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വന്ന് വീഴുമ്പോൾ ഏറ്റവും കൂടുതൽ മഴ നന്നായി കിട്ടുന്ന മലമടക്കുകൾ കൂടിയാണ്. അതുകൊണ്ടാണ് പല സന്ദർഭങ്ങളിലും ഏറ്റവും ഉയർന്ന മഴ രേഖപ്പെടുത്തുന്നത്. ഒരു കാലത്ത് ലക്കിടിയായിരുന്നു, പിന്നീട് അത് ഇതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിലെ ഒരു മലമടക്കുകളുടെ ചെരുവിൽ മൂന്നാറിന്റെ താഴ്ഭാഗത്ത് നേര്യമംഗലത്തേക്ക് മാറിയത്. എന്നാൽ ഇതേ പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചെരുവിന് കിഴക്കൻ ചെരിവുണ്ട്. അത് പാലക്കാട് ഗ്യാപ്പ് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. പാലക്കാട് ചുരം ഇറങ്ങി കഴിഞ്ഞാൽ, അതായത് പാലക്കാട്ടെ പ്രധാനപ്പെട്ട അങ്ങാടികളെല്ലാം കഴിഞ്ഞ് നെല്ലിയാമ്പതി മുതൽ കന്യാകുമാരി വരെ പശ്ചിമഘട്ടത്തിന് പടിഞ്ഞാറൻ ചെരിവുമുണ്ട്, അതുപോലെ കിഴക്കൻ ചെരിവുമുണ്ട്. ഈ കിഴക്കൻ ചെരിവും പടിഞ്ഞാറൻ ചെരിവുമുള്ള ഒരു നല്ല മലയായിട്ട് അവിടെ കാണും. ഇവിടെ വയനാട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ പശ്ചിമഘട്ടത്തിന്റെ ഒരു ചെരിവിലൂടെ മെല്ലെ മുകളിലെത്തി, പശ്ചിമഘട്ടത്തിന്റെ ടോപ്പിലെത്തി. അത് ഗോവയിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, മഹാരാഷ്ട്രയിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. മഹാരാഷ്ട്ര മുതൽ വയനാടിന്റെ തൊട്ട് താഴെയുള്ള സ്ഥലങ്ങളിൽ വരെ ഈ വയനാട് ഉൾപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളും ഡെക്കാൻ പീഠഭൂമിയുടെ നിരപ്പായ സ്ഥലമാണ്. പക്ഷേ അതിന് ധാരാളമായിട്ട് മടക്കുകളും തിരിവുകളും ഉണ്ട് എന്നതാണ് ആ നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം. അവിടെ ബാണാസുര മലയുണ്ട്. വർഷത്തിൽ 2-3 പ്രാവശ്യം ഞാൻ ട്രെക്ക് ചെയ്യുന്ന മലയാണത്. ബ്രഹ്മഗിരി മലനിരകളുണ്ട്. വയനാട്ടിൽ ഏറ്റവും ഉയരം കൂടിയ സുന്ദരമായ ചമ്പ്ര മലയുണ്ട്. അപ്പൊ ഈ ചമ്പ്ര, അത് ഏറ്റവും വയനാടിന്റെ സൗത്ത് ചൂരൽ മലയിൽ നിന്ന് ഇങ്ങോട്ട് എണ്ണിപ്പോരാണെങ്കിൽ, ഇതെല്ലാം ഞാൻ ട്രെക്ക് ചെയ്യുന്ന മലകളാണ്, അതുകൊണ്ടാണ് എണ്ണി പറയുന്നത്. ചൂരൽമല അതിർത്തിയിൽ നിന്ന്, ചൂരൽമലയുടെ പുത്തുമലയുടെ തൊട്ടപ്പുറത്ത് ചൂരൽമലയും അരണമലയും 900 കണ്ടിയും കഴിഞ്ഞ വർഷം കയറി വന്നതുള്ളൂ. ഈ പുത്തുമലക്ക് ശേഷം ഈ 900 കണ്ടി മല, അരണമല, ചൂരൽമല, ഇതിന്റെ ഒക്കെ ചെരുവുകളിൽ നിന്നാണ് ചുള്ളിക്കാപ്പുഴ ഉത്ഭവിക്കുന്നത്. ചുള്ളിക്കാപ്പുഴയുടെ തൊട്ടടുത്ത് തന്നെ കള്ളാടിപ്പുഴ ഉത്ഭവിക്കുന്നത്. ഇതുണ്ടാക്കുന്ന മീൻമുട്ടി വെള്ളച്ചാട്ടങ്ങളെല്ലാം ചേർന്നിട്ടാണ് ചാലിയാർ നദി ഉണ്ടാകുന്നത്. ആ താഴ്വാരത്തെയാണ് സൺറൈസ് വാലി എന്ന് വിളിക്കുന്നത്. ഇത് മേപ്പാടിയുടെ മൊത്തം പ്രദേശങ്ങളെയും, മേപ്പാടി മുതൽ താഴെ വയനാട് വരെയുള്ള, അതിനിടയിൽ ഈ തമിഴ്നാടിന്റെ അതിർത്തിയുള്ള ദേവാലയ വരെയുള്ള എല്ലാ സ്ഥലങ്ങളുടെയും ചെരുവിന്റെ സന്താനമാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിന്റെ താഴ്ഭാഗത്തുള്ള ചാലിയാർ നദീതടം എന്ന് പറയുന്നത്. അപ്പൊ ഇത്ര വിശാലമായി ഇതിനെ പറയാൻ താങ്കളോട് പറയാൻ ഇപ്പൊ ഈ ഒരു വേദി ഉപയോഗിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതിനുള്ള ശ്രോതാക്കളോട്. കാരണം ഇത് കഴിഞ്ഞ് ഈ മലനിരകളുടെ ഇങ്ങേ ഭാഗത്തേക്ക് താമരശ്ശേരി ചുരം കയറി നമ്മൾ എത്തുന്ന ആദ്യമായിട്ട് വലതു ഭാഗത്ത് കാണുന്ന ഏറ്റവും സുന്ദരമായ ചമ്പ്രമല എന്ന് പറഞ്ഞത്. ഈ ചമ്പ്രപ്പുറത്ത് വാവൽമലയുണ്ട്. ഈ വാവൽമല, വെള്ളരിമല ഉണ്ട്. വെള്ളരിമലയിൽ പുഴ ഉത്ഭവിക്കുന്നത്. വയനാട്ടിൽ മലയില്ല എന്ന് പറയരുത്. വെള്ളരിമല, വാവൽമല, ചൂരൽമല, അരണമല, ഇങ്ങനെയുള്ള അനേകം മലനിരകള് ഈ വയനാട് താമരശ്ശേരി ചുരം കയറി വലതു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഗൂഗിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനി അതല്ല, ചുരം കയറിയ തൊട്ടുടനെ കാണുന്ന പൂക്കോട് തടാകത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ സുഗന്ധഗിരി മലനിരകൾ എത്തും. കഴിഞ്ഞ വർഷം അവിടെ ട്രെക്ക് ചെയ്തിട്ടുണ്ട്. സുഗന്ധഗിരി മലയിൽ നിന്ന് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പടിഞ്ഞാറത്തറ ബാണാസുര സാഗറിന്റെ മേലെ ബാണാസുര ചിറപ്പുല്ല് ട്രക്കിംഗ് സ്ഥലമുണ്ട്. ഈ ചിറപ്പുല്ല് മലയിൽ എവിടെ ദുരന്തം ഉണ്ടെങ്കിലും അത് ബാണാസുരയെ തകർക്കും, താഴ്ഭാഗത്തെ തെരിയോടിനെ തകർക്കും, തെരിയോടിന്റെ തൊട്ട് താഴെയുള്ള പടിഞ്ഞാറത്തറയെ മൊത്തം തകർത്തെരിപ്പണമാക്കും. അത് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതീവ ഹൃദ്യമായ ബ്രഹ്മഗിരി മലനിരകളുണ്ട്. ഈ ബ്രഹ്മഗിരി മലനിരകളുടെ താഴ്ഭാഗത്താണ് ഏറ്റവും സുന്ദരമായ തിരുനെല്ലി കിടക്കുന്നത്. ഈ തിരുനെല്ലിയിൽ നിന്ന് നമ്മൾ കുടകിലേക്ക് പോകുമ്പോഴും മലനിരകളുടെ തുടർച്ചകൾ തന്നെയാണ്. അതായത് വെസ്റ്റേൺ ഗട്ട്സിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന മലനിരകളുടെ
ഒരു താഴ്ഭാഗത്താണ് ഈ വയനാട് നിൽക്കുന്നത്. വയനാട്ടിൽ മലയില്ല എന്നുള്ളത് പറയണമെങ്കിൽ നമ്മൾ എവിടെ എത്തണം? സുൽത്താൻ ബത്തേരി മുത്തങ്ങ എത്തിക്കഴിഞ്ഞതോടുകൂടി കൃത്യമായി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് ഈ സുൽത്താൻ ബത്തേരി അങ്ങാടിയിൽ നിന്ന് മുത്തങ്ങയിലേക്ക് പോകുമ്പോൾ കല്ലുമുക്കിൽ നിന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഈ മുത്തങ്ങ കാട്ടിലേക്ക് നമ്മൾ കയറുന്നതോടുകൂടി നമ്മൾ പൂർണ്ണമായും ഡെക്കാൻ പീഠഭൂമിയുടെ കാലാവസ്ഥയിലേക്ക് കയറുകയാണ്. മഴ കുറഞ്ഞു. അവിടെ എത്തുമ്പോൾ നൂൽപ്പുഴ മുതൽ താഴോട്ട് അങ്ങോട്ട് പോകുന്നുവെങ്കിൽ, മുത്തങ്ങാപ്പുഴയുടെ താഴ്ഭാഗത്തേക്ക് പോകുന്നുവെങ്കിൽ നമ്മൾ എത്തുന്ന ഈ കർണാടകയുടെ അതിർത്തിയിലേക്ക് എത്തുന്നതോടുകൂടി മഴ കുറഞ്ഞു, കാലാവസ്ഥ മാറി. അവിടെ ആ തൊട്ടടുത്ത ഈ വയനാടൻ കാട് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ഏറ്റവും നല്ലൊരു കാടെന്ന് പറയുന്നത് ബന്ദിപ്പൂർ കാടാണ്. ആ ബന്ദിപ്പൂർ കാടും നാഗർഹോള കാടും ഒക്കെ ഡെക്കാൻ കാലാവസ്ഥയിലുള്ളതാണ്, ഡെക്കാൻ പീഠഭൂമിയുടെ കാലാവസ്ഥയുള്ള. ഈ ഡെക്കാനിന്റെ ചൂടിനെ, ഡെക്കാൻ ഭാഗത്തു നിന്ന് വരുന്ന വരണ്ട കാലാവസ്ഥയെ വയനാട്ടിലേക്ക് കൊണ്ടുവരാതെ വയനാടിന് തണുപ്പും കുളിരും ഉള്ളതാക്കി തീർക്കുന്നത് ഈ പുൽപ്പള്ളി മുതൽ നാഗർഹോളം മുതൽ പുൽപ്പള്ളിയുടെ അതിർത്തിയിലൂടെ ഇങ്ങനെ കടന്ന് ഈ നമ്മുടെ മലപ്പുറം ജില്ലയുടെ അതിർത്തിയുടെ തൊട്ടുമേലെയുള്ള മുതുമല വരെ നീണ്ടു കിടക്കുന്ന ഒരു കാടിന്റെ പച്ചപ്പിന്റെ കുളിരിലാണ് വയനാടിന് കാലാവസ്ഥ നിയന്ത്രിക്കുന്നത്, കാപ്പി ഏലം തോട്ടങ്ങളുടെ പച്ചപ്പിന് സഹായിക്കുന്നത്. അപ്പൊ ഈ കാട് നിലനിൽക്കണം, വയനാട്ടിലെ മനുഷ്യർ നിൽക്കണം, വയനാട്ടിലെ മൃഗങ്ങൾ ജനങ്ങളെ ശല്യം ചെയ്യാതെ നിൽക്കണം, വയനാട്ടിലെ കാടുകളിലെ വന്യജീവികൾ പുറത്തിറങ്ങാതെ നിൽക്കണം. ഇതൊക്കെ എന്നെ കൊടുത്ത് പറയാനുള്ളത്. പക്ഷെ ഇത് സോൾഡാറ്റിന്റെ ചർച്ച എന്ന് പറയുന്നത് താങ്കളുടെ തെറ്റുധാരണക്ക് മറുപടി പറയാൻ വിനിയോഗിച്ചാൽ ആദ്യമായിട്ട് ഖേദം പ്രകടിപ്പിക്കുകയാണ്. താങ്കൾ ഇവിടെ പരിസ്ഥിതി പ്രവർത്തകരെ ഏതോ അർത്ഥത്തിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഒരു മിനിറ്റ് ഒന്ന് ഇടപെട്ടോട്ടെ, ഒരു മിനിറ്റ്. ഞാൻ ഈ ചർച്ച വഴിമാറിപ്പോന്നതിൽ എനിക്കും ഖേദമുണ്ട്. കാരണം ഞാനും കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഞാൻ ഇപ്പൊ അതിന്റെ കുറച്ച് മേൽ ഘടകത്തിലാണ് മാത്രം. ഈ ചർച്ചയ്ക്കിടയിൽ വളരെ വികാരഭരിതനായിട്ട് വികാരഭരിതനാകാനുള്ള കാരണം നിങ്ങളുടെ പല സ്റ്റേറ്റ്മെന്റുകളും ഞാൻ കണ്ടു. നിങ്ങളെ കുറിച്ച് ഞാനൊന്ന് പഠിച്ചു. അതായത് നിങ്ങളുടെ ഒരു മിനിറ്റ് ഇതൊന്നും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. എന്നെ മ്യൂട്ട് ചെയ്യണമെങ്കിൽ മ്യൂട്ട് ചെയ്യാം. നിങ്ങളെപ്പോലെയും എന്നെ നസീറിനെ പോലെയുള്ള ആളുകളുടെ കാൽപ്പനികതയ്ക്ക് വേണ്ടിയിട്ട്, എന്നെ നസീറിന് ഫോട്ടോ എടുക്കാനും നിങ്ങൾക്ക് ട്രെക്കിംഗ് നടത്താനും വേണ്ടിയിട്ട് വയനാട് അങ്ങനെ തന്നെ നിൽക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ വാദം. വയനാട്ടിൽ മലയില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വയനാട്ടിൽ കയറി കഴിഞ്ഞാൽ വയനാട് സമതല പ്രദേശമാണ്, ഡെക്കാൻ പീഠഭൂമിയുടെ കൂടി ഭാഗമാണ് വയനാട് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങളെ പോലെ എന്നെ നസീറിനെ പോലെയുള്ള ആളുകൾക്കും അതുപോലെ ഗാഡ്ഗിലിനെ പോലെയുള്ള ബ്രാഹ്മണ മനുവാദികൾക്കും ഒക്കെ എന്താണ് ഇവിടെയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതുപോലുള്ള മനുവാദിയാണ് എന്നുള്ളതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട് ഗാഡ്ഗിലിനെ പറ്റിയിട്ട്. അപ്പൊ എന്നെ മ്യൂട്ട് ചെയ്യണമെങ്കിൽ മ്യൂട്ട് ചെയ്യാം. ഞാൻ ഇത് പരിപാടി അലങ്കോലപ്പെടുത്തൽ എന്റെ ഉദ്ദേശമല്ല. നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ 19 പേര് വന്നിരിക്കുമ്പോ ആ വിഷയാധിഷ്ഠിതമായ ചർച്ചയിൽ താങ്കളുടെ അഭിപ്രായങ്ങൾ താങ്കൾക്ക് വിഷയം തന്നെയാണ്. നിങ്ങൾ വയനാടിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ഗാഡ്ഗിൽ റിപ്പോർട്ട് ഇവർ വിഷയമാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ട് ഇതിന്റെ ചർച്ചയിലുണ്ട്. വയനാടിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ്. വയനാട് എന്തോ ഇടിഞ്ഞു പൊളിഞ്ഞ് കോഴിക്കോട്ടേക്ക് എത്തും എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങ് പറഞ്ഞു പോവാണ്. അതേസമയം നിങ്ങൾക്ക് വയനാട്ടിലെ മല വേണം, നിങ്ങൾക്ക് ഇവിടെ താമരശ്ശേരിയിൽ ചൂട് കൂടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ചൂട് കൂടുമ്പോൾ കയറി പോയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വയനാട്ടിൽ മലകൾ വേണം. അതേസമയം മലഞ്ചെരുവിൽ താമസിക്കുന്ന ആളുകൾക്ക് അവിടെ ഒരു കാലി വളർത്താനോ ഒരു കപ്പ നടാനോ സോളിഡാരിറ്റിയിൽ നിന്നാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്. ഏത് തരത്തില് മനുഷ്യന്റെ പക്ഷത്തിരുന്നല്ലേ നമ്മൾ സംസാരിക്കേണ്ടത്? ഞങ്ങൾ വയനാട്ടുകാർ, ഞങ്ങൾ കോഴിക്കോട്ടുകാർ എന്നൊന്നും താങ്കൾ മനുഷ്യപക്ഷത്തെ ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ കടുവക്കും ഇതിനും വേണ്ടി മാത്രം സംസാരിച്ചാൽ പോരാ. ഇപ്പൊ 149 കടുവകളാണ് വയനാട് വന്യജീവി സങ്കേതത്തിലുള്ളത്. ഒരു കടുവക്ക് 20 സ്ക്വയർ കിലോമീറ്റർ വേണം. വയനാടിന്റെ ആകെ ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുന്നത് 2150 ചതുരശ്ര കിലോമീറ്റർ ആണ്. ബാക്കി 300 ചതുരശ്ര കിലോമീറ്റർ പറയുന്നത് മുഴുവനും ഇതൊക്കെ വാട്സപ്പിൽ വാട്സപ്പ് മെസ്സേജ് അല്ല, എന്റെ കയ്യിൽ തെളിവുണ്ട് സാർ. നിങ്ങളുടെ തെളിവ് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ തെളിവ് മന്ത്രിനെ വരെ മാറ്റി പറഞ്ഞ ആളാണ് നിങ്ങള്. കേന്ദ്രം ഭരിക്കുന്ന ക്യാബിനറ്റ് മന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് കേന്ദ്ര മൈനിങ്ങിന്റെ ക്യാബിനറ്റ് മന്ത്രി. അതുപോലും അറിയാത്ത, അല്ലെങ്കിൽ അതുപോലും മാറ്റി പറയുന്ന, എന്നിട്ട് പ്രകാശ് ജാവദേക്കറിനെ അപമാനിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് വാങ്ങുന്ന ആളാണ് നിങ്ങൾ. അതെനിക്കറിയാം. നിങ്ങൾ ഇടപെട്ടോ, ഞാൻ നിർത്താം. പിന്നെ നമ്മളുടെ ചർച്ച വഴിമാറി പോകാൻ പാടില്ല. പിന്നെ 2-3 പ്രാവശ്യം നമ്മൾ അവസരം നൽകിയിട്ടുണ്ട്. താങ്കളുടെ സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ തടസ്സങ്ങളൊന്നുമില്ല. ആവശ്യമായ രീതിയിൽ പിന്നെ ഹമീദ് അലി സാഹിബ് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. വ്യക്തിതലത്തിലുള്ള രീതിയിലേക്ക് ചർച്ച പോകാൻ പാടില്ല. പ്രത്യേകിച്ച് ഇതില് അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അദ്ദേഹത്തെ എനിക്ക് അറിയില്ല. വ്യക്തിപരമല്ല വിഷയം. വ്യക്തിപരമായിട്ട് അദ്ദേഹം പോയിട്ടില്ല, ഞാൻ പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അങ്ങനെ പോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഏതായാലും അദ്ദേഹത്തെ അറിയില്ല.
ഓക്കെ, ഏതായാലും ആ ചർച്ച അവിടെ അവസാനിപ്പിച്ചിട്ട് മുന്നോട്ട് പോകാൻ തോന്നുന്നു. അല്ല, അദ്ദേഹത്തോട് ഒരു കാര്യം പറയാൻ കൂടിയുണ്ട്. കാരണം എന്റെ രക്തം എന്ന് പറയുന്നത് എന്റെ ഉപ്പാന്റെ പെങ്ങൾ വയനാട്ടിലാണ്. വയനാട്ടുകാർക്കെതിരല്ല. അവിടെ എന്റെ പേരക്കുട്ടികൾ മുഴുവൻ അവിടെയാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ വയനാട്ടിൽ വന്ന് ആ വീടുകളിലെല്ലാം താമസിക്കാറുണ്ട്. എന്റെ 3 രക്തബന്ധുക്കള് വയനാട്ടിലാണ് താമസിക്കുന്നതും അവരുടെ ജീവിതം അവിടെ തന്നെയാണ്. കോടിക്കണക്കിന് രൂപയുടെ ഭൂമികള് ഈ പറയുന്നവരുടേതൊക്കെ ആയിട്ട് അവിടെയുണ്ട്, കൃഷിയിടങ്ങളായിട്ട്. അപ്പോ ദയവായിട്ട് ഇത് ഒരു പ്രാദേശിക വിരുദ്ധ വികാരങ്ങളോ ഒന്നുമല്ല. ഈ വർത്തമാനമൊന്നും കാൽപ്പനികതയല്ല. പുത്തുമലയിൽ 60 പേരുടെ, അല്ലെങ്കിൽ എത്ര പേരാണ് ഇപ്പോ നമ്മൾ എണ്ണം തന്നെ എനിക്ക് തെറ്റുന്നു, അത്രയും മനുഷ്യര് മരണപ്പെടുമ്പോ നമ്മള് ഈ പ്രകൃതിയെ കുറിച്ച് സംസാരിക്കണമെന്ന് പറയുന്നത് പറയാൻ പാടില്ല എന്നും പറയാൻ പറ്റില്ല. മനുഷ്യനാണ് കുടിയിറക്കപ്പെടുന്നത്, അതിൽ സങ്കടമുണ്ട്. മനുഷ്യനാണ് കുടിയിറക്കപ്പെടുന്നത്. പുത്തുമലയിലും പൊട്ടിമലയിലും പാതാറിലും ഒക്കെ മനുഷ്യരാണ്. കവളപ്പാറയിൽ മനുഷ്യരാണ് കുടിയിറക്കപ്പെടുന്നത്. ഗാഡ്ഗിലോ അല്ലെങ്കിൽ ഞാനോ അല്ല കുടിയിറക്കപ്പെടുന്നത്. മനുഷ്യരുടെ ജീവിതമാണ് ദുസ്സഹാവുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മനുഷ്യനെ കുറിച്ചുള്ള ചർച്ചയിൽ പ്രകൃതി കടന്നു വരും. കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾ ആദ്യമായിട്ട് അനുഭവിക്കുക, കാലാവസ്ഥയിലുള്ള ഏതൊരു ചെറിയ മാറ്റവും ആദ്യമായിട്ട് അനുഭവിക്കുക ഒന്നുകിൽ കടൽ തീരത്തായിരിക്കും. വിഴിഞ്ഞം തുറമുഖം ഉണ്ടായപ്പോ തുറമുഖം തകർത്ത് തരിപ്പണാക്കിയത്, ഇന്നലെ ഒരു ആള് പറയുന്നു ശംഖുമുഖത്ത് ഞങ്ങൾക്ക് ഇനി ജീവിതം സാധ്യമല്ല എന്ന്. ശംഖുമുഖത്ത് റബ്ബറൈസ് റോഡുകൾ ഉൾപ്പെടെ കടലെടുത്തു പോയി. അവിടെ അവിടെ തുറമുഖം ഉണ്ടാക്കുമ്പോൾ അദാനി പറഞ്ഞിരിക്കുന്ന വികസനങ്ങളെല്ലാം സംഭവിച്ചത് ഗൾഫില് തുറമുഖം ഉണ്ടാക്കുന്ന പോലെയല്ല. ഗൾഫ് ഒരു കടലിടുക്കാണ്, അറബിക്കടലാണ്. ഈ കടലില് എങ്ങനെയാണ് പുലിമുട്ട് നിർമ്മിക്കേണ്ടതെന്ന ഒരു പഠനം നടത്താതെയാണ് അവർ നിർമ്മിച്ചതെന്നാണ് ഇപ്പൊ പുറത്തു വരുന്നത്. ഒരു നാട് തന്നെ നീങ്ങുന്നു. അപ്പോ ഒരു ചെറിയ നിർമ്മാണ പ്രവർത്തനം പോലും ഒരു ശംഖുമുഖത്തെ മനുഷ്യരെ മുഴുവൻ ഇല്ലാതാക്കിയെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചില കാര്യങ്ങളെങ്കിലും നിയന്ത്രണങ്ങൾ വേണമെന്നാണ് നമ്മൾ ഈ EIA പറയുന്നത്. അപ്പൊ EIA 40 കാര്യങ്ങൾ വായിച്ചു, അതിൽ ചിലത് മാത്രമാണ് EIA നടപ്പാക്കാൻ എന്തോ EIA ഡ്രാഫ്റ്റ് ഒട്ടും അപകടമില്ല എന്ന രീതിയിൽ ചില അപകടങ്ങളൊക്കെ ഉണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് ഇടയ്ക്ക് അദ്ദേഹം. എന്താണ് അതില് തന്നെ ഏറ്റവും അനുകൂലമായ അദ്ദേഹത്തെ കണ്ട കാര്യങ്ങൾ എനിക്കറിയില്ല. ഞാൻ കണ്ട അല്ലെങ്കിൽ വായിച്ച കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ വളരെ അടിവരയിട്ട് പറയുന്നു. ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചിരുന്നു. EIA കുഴപ്പങ്ങളെ കുറിച്ച് പറയാനല്ല ഈ ചർച്ച വേണ്ടത്. EIA എന്ന് പറയുന്നത് അത് എല്ലാവരും വായിച്ചു മനസ്സിലാക്കിയെന്ന് നേരത്തെ പറഞ്ഞു. വായിച്ചു മനസ്സിലാക്കിയതിൽ എന്തെങ്കിലും പിഴവുണ്ടോന്ന് എനിക്കറിയില്ല. നമ്മൾ 1.5 ലക്ഷം സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത് അതിന് മാത്രമാണ് ഇനി, അതിന് മുകളിലുള്ളതിന് മാത്രമാണ് ഇനി ക്ലിയറൻസ് ആവശ്യമുള്ളൂ. അത് തന്നെ ഏറ്റവും വലിയൊരു അപകടം പിടിച്ചൊരു കാര്യമാണ്. അതിന് വലുത് എന്തുണ്ട് വരാൻ? 1.5 ലക്ഷം സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത് ചെറിയൊരു ഏരിയ അല്ല. ഒരു നാട്ടില് ആരാവട്ടെ, ഏത് വയനാട് ആവട്ടെ, കോഴിക്കോട് ആവട്ടെ, മലപ്പുറം ആവട്ടെ, ഇത് വയനാടിന്റെ ചർച്ചയല്ല കേട്ടോ ഇവിടെ നടക്കുന്നത്. EIA ബാധിക്കുന്നത് നാട്ടിൻപുറത്താകാം, നഗരത്തിലാകാം, കടത്തീരത്താകാം. നേരത്തെ പറഞ്ഞു EIA എന്ന് പറയുന്ന ഒരു ഫാക്ടറി, ആ ഫാക്ടറി ഇപ്പോ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങൾക്ക് അതിൽ എതിർപ്പുണ്ടെങ്കിൽ ആയിരക്കണക്കിന് തൊഴിൽ കൊടുത്ത ഒരു ഫാക്ടറിയാണ് തമിഴ്നാട്ടിലെ ചെമ്പ് സംസ്കരണശാല ഇപ്പൊ അടച്ചുപൂട്ടിയത്. സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയിൽ നിന്നാണ് അവസാനമായിട്ട് അവർ പരാജയപ്പെടുന്നത്. അതോടുകൂടി വേദാന്ത എന്ന് പറയുന്ന ഗ്രൂപ്പ് പറഞ്ഞു, ഇത് അത്ഭുതം, ഞങ്ങൾക്ക് അത്ഭുതമുണ്ട് ഇത്രയും മനുഷ്യരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഒരു വലിയ ചെമ്പ് ഫാക്ടറിയാണ് പൂട്ടിപ്പോയിരിക്കുന്നത്. രാജ്യം ചെമ്പ് ഇറക്കുമതിയിലേക്ക് പോകേണ്ടി വരുമോ എന്ന് വരെ ഭയപ്പെടുന്ന അത്ര വലിയ ഒരു ഫാക്ടറി അടച്ചുപൂട്ടാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ന്യായം അത് ജനങ്ങൾക്ക് അത്രയേറെ ശല്യം ഉണ്ടാക്കി എന്നതാണ്. അപ്പൊ ജനങ്ങൾക്ക് ജീവിക്കണം എന്നുള്ളത്. മാവൂർ കമ്പനിക്കെതിരായിട്ട് എന്തിനാ സമരം ചെയ്തത്? പരിസ്ഥിതിക്കാർ ചെയ്ത സമരമല്ല മാവൂർ കമ്പനി. അത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. മാവൂർ കമ്പനിക്കെതിരായ സമരം നടത്തിയ KA റഹ്മാൻ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവായിരുന്നു. അദ്ദേഹത്തോടൊപ്പം പ്രാദേശികമായ ജനങ്ങളുടെ സംഘം ഒത്തുചേർന്നതിന്റെ പിന്നിൽ ആ നാടിന് വേണ്ട കുടിവെള്ളം, ആ നാടിന് വേണ്ട ശുദ്ധവായു, ആ നാടിന് വേണ്ട പുഴ, ഇത് മൂന്നും എന്റെ ഫാദർ ഉൾപ്പെടുന്ന വലിയൊരു സംഘം 10,000-ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനിക്കെതിരായി സമരം ചെയ്യാൻ അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പം ചേർന്ന അന്നത്തെ ഞങ്ങളുടെ യുവാക്കൾക്കൊക്കെ പ്രേരണയായ ഒരു കാര്യം അടിസ്ഥാനമായി ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം. തൊഴിൽ കിട്ടുന്നതിന് മുമ്പ് ജീവിതം നിലനിൽക്കണമെന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി തുല്യമായി പോവുക എന്നതാണ് ഈ ചർച്ച ഇവിടെ സോൾഡാറ്റി വെച്ചതിന്റെ താല്പര്യം.
ദയവായി ഇത് ആർക്കും എതിരായിട്ടുള്ള ഒരു ചർച്ചയല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വയനാടിനെ കുറിച്ച് സന്ദർഭവശാൽ ഞാൻ സൂചിപ്പിച്ചത് വയനാടിന്റെ കാലാവസ്ഥയോ ഭൂപ്രകൃതിയോ ഒന്നും പറയാനായിരുന്നില്ല. രണ്ട് ദുരന്തങ്ങൾ, അതായത് ഈ പുത്തുമലയും ഇപ്പോ ഒക്കെ ഉണ്ടായ ദുരന്തങ്ങൾ ഈ അതീവ പാരിസ്ഥിതിക ലോല പ്രദേശങ്ങളിൽ താമസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടങ്ങളായിട്ട് ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ ബാധ്യത ഉണ്ടാവുമെന്ന് പറയാനാണ്. ട്രംപ് ഇപ്പൊ പാരീസ് സ്ട്രീറ്റിൽ നിന്ന് മാറിയത് ട്രംപിനല്ല ബാധിക്കുക, നമ്മയാണ് ബാധിക്കുക. കാരണം ലോകത്ത് ചൂട് കൂടുമ്പോൾ കടലിൽ നീരാവിയുടെ തോത് കൂടുന്നു, കടൽ ജലനിരപ്പ് കൂടുന്നതോടൊപ്പം തന്നെ മഴയുടെ അളവ് കൂടുന്നു. അല്ലാതെ ഈ പൊട്ടിമലയിലെ ജനങ്ങൾ അവിടെ കൃഷി ചെയ്തതിന്റെ കുഴപ്പമില്ല, അത് പൊട്ടിമലയിൽ പാറമട ഉണ്ടായതിന് കുഴപ്പമില്ല, അത് അല്ലെങ്കിൽ അവിടെ പാറമട ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കവളപ്പാറയിൽ അത് തന്നെ സംഭവിച്ചത്. അപ്പൊ അതിവലിയ കാലാവർഷത്തിലേക്ക് മഴയിലേക്കൊക്കെ നമ്മൾ മാറിയത് ഇനി നമുക്ക് താങ്ങാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. അപ്പൊ മഴ നമുക്ക് തടുക്കാൻ പറ്റില്ല, പക്ഷെ ആ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ മണ്ണ് പൊട്ടി താഴേക്ക് പോവാതിരിക്കാൻ നമുക്ക് ചിലതൊക്കെ ചെയ്യാൻ പറ്റും. ഇതേ കാര്യങ്ങളാണ്. ഒരു വലിയ ഫാക്ടറി ഉണ്ടാകുമ്പോൾ ഒരു മല അവർ ഇടിച്ചു നിരത്തുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ജനകീയമായി പ്രതിഷേധത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ പറ്റണം. നിലവിലുള്ള നിയമത്തിൽ അതിന് ജനകീയ തെളിവെടുപ്പിന് വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഇനി അത് ഓൺലൈനിൽ തെളിവെടുപ്പ് നടത്തിയാൽ മതി എന്നാണ് വ്യവസ്ഥ. അപ്പോ ജനകീയ ഹിയറിംഗ് എന്ന് പറയുന്ന ജനകീയമായ ഒരു തെളിവെടുപ്പ് അവിടെ നടത്താൻ ഈ നിലവിലുള്ള വ്യവസ്ഥയിൽ നമുക്ക് സഹായകരമായിരുന്നു. അത് ധാരാളം തെളിവെടുപ്പുകൾ ഉണ്ടായിട്ട് ആ തെളിവെടുപ്പില് കമ്പനി പ്രതിനിധികളും ജനപ്രതിനിധികളും ഉൾപ്പെടുന്നവർ വന്ന് ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കേണ്ടതുണ്ടായിരുന്നു. അതൊന്നും നിലവിലുള്ള ഈ പറയുന്ന പുതിയ ഡ്രാഫ്റ്റിൽ ഇല്ല. ഇങ്ങനെ പ്രധാനപ്പെട്ട ധാരാളം കാര്യങ്ങൾ. ഇനി പിന്നെ മറ്റൊരു അത്ഭുതമുള്ള കാര്യം, ഈ EIA ഡ്രാഫ്റ്റ് പൊതുവായിട്ട് എല്ലാ മനുഷ്യരും രാജ്യത്ത് എതിർത്തിട്ടുണ്ടായിരുന്നു. അത് വയനാട്ടുകാർക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. എവിടെയെങ്കിലും ഒരു സന്തോഷിക്കാൻ ഒരു കാര്യം അതും കണ്ടതായി തോന്നുന്നില്ല. ഗാഡ്ഗിലിന്റെ കാര്യത്തിൽ വയനാട്ടുകാർക്ക് ഒരേ ബുദ്ധിമുട്ട് ഗാഡ്ഗിലിന്റെ നിർദ്ദേശത്തിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വയനാടിനെ പോലെയുള്ളവർക്ക് അത്തരം മലനിരകളിൽ ഉണ്ടായിരുന്നു. അതിന് അവർ എതിർക്കുന്നതിൽ കാരണം മനസ്സിലായിരുന്നു. EIA കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു ഉത്സാഹവും ഒരാവേശവും ഒരാൾ ആദ്യമായിട്ട് പ്രകടിപ്പിച്ചു എന്ന് പറയുന്നത് ഞാൻ കണ്ടതിൽ എനിക്ക് അദ്ദേഹത്തോട് പേഴ്സണലായിട്ട് ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് ആ നന്മകളെന്ന് ചോദിച്ചറിയണമെന്നുണ്ട്. ഞാൻ നന്മകളൊന്നും ചോദിച്ചോ ഒരാളും പറഞ്ഞില്ല. പിന്നെ നമ്മൾ ചോദിക്കുന്നതെല്ലാം ഒരേ മുഖമുള്ള ആളുകൊണ്ടായിരിക്കും എന്നതുകൊണ്ടായിരിക്കണം എനിക്ക് ആ നന്മകളെ കാണാൻ പറ്റാതെ പോയത്. EIA ഡ്രാഫ്റ്റ് വായിച്ചു നോക്കിയപ്പോൾ ഒരു പോസിറ്റീവായ കുറെ കാര്യങ്ങളെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് അത് തപ്പിയെടുത്ത പലരും ഉണ്ട്. ആ പ്രധാനപ്പെട്ട ഒരാളെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ ഒരാള് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ് ആയിരുന്നു. അദ്ദേഹം പറയുന്നത് അതിൽ ആകെ കൂടി ഉപയോഗിച്ച വാക്ക് സന്തുലിതമാസനം എന്ന് ഇടയ്ക്കെല്ലാം പറയുന്നുണ്ട് എന്ന് മാത്രമാണ് എന്നാണ്. അപ്പൊ നമ്മള് ഇദ്ദേഹത്തിൽ നിന്ന് ഞാൻ ചോദിച്ചറിയാൻ ആഗ്രഹിക്കുന്നു, താങ്കൾ എന്നെ ബന്ധപ്പെടണം. എന്താണ് താങ്കളുടെ മുന്നിൽ EIA-യിൽ നന്മകളായിട്ട് കണ്ടിരിക്കുന്ന വലിയ കാര്യങ്ങൾ എന്ന് വിനീതമായി പറഞ്ഞു തന്നാൽ അതും കേൾക്കാൻ തയ്യാറാണ്. ഏതായാലും സോളിഡാരിറ്റി ഈ ഒരു ചർച്ച നടത്തിയത് വളരെ സന്തോഷം. ഞാനൊരു വാക്കുകൾ. ഓക്കെ, പിന്നെ വളരെ കൃത്യമായ മറുപടിയായിരുന്നു. മാത്രമല്ല ഈ വിഷയത്തിൽ ഇനിയും കൂടുതൽ അദ്ദേഹത്തിന് സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഹമീദ് അലി സാഹിബിനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. പിന്നെ നമ്മൾ ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിച്ചതും ഗാഡ്ഗിലിനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ EIA പൂർണ്ണമായി എതിർക്കാനോ തീരുമാനിച്ചിട്ടല്ല. ഇതിലുള്ള രണ്ടിലെയും പ്രശ്നങ്ങളോ പോസിറ്റീവ്സോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരു ചർച്ച എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത്. രണ്ടിലും ഒരുപക്ഷെ പോസിറ്റീവ് നെഗറ്റീവ്സും ഉണ്ടാവാം. പൊതുവെ EIA-യുടെ വിഷയത്തിൽ എല്ലാവരും എതിർത്തതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഒരു രാജ്യത്ത് എതിർക്കാനെങ്കിലും ഒരു വിഷയത്തിൽ സമരം ചെയ്യാനെങ്കിലും കഴിയണമെങ്കിൽ നിയമപരമായ വ്യവസ്ഥകൾ ഉണ്ടാവണം. അതുപോലും അട്ടിമറിക്കപ്പെടുന്ന ഒരു രീതിയിൽ EIA 2020 പോയപ്പോഴാണ് അതിന് അത്രയും എതിർപ്പുണ്ടായത്. ഗാഡ്ഗിൽ കമ്മിറ്റിയെ കുറിച്ച് മുമ്പും ചർച്ച വന്നതാണ്. ഒരുപക്ഷെ അനുകൂലമായും പ്രതികൂലമായും ഒക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കുറെ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതുപോലെ കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും ഇതുപോലെ വ്യത്യസ്തമായ ചർച്ചകൾ മുമ്പ് നടന്നിട്ടുണ്ട്. ഏതായാലും ഇത് ചർച്ചകൾ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മോട് സംസാരിക്കാനുള്ളത് T മുഹമ്മദ് സാഹിബാണ്. അദ്ദേഹം കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു.
ടി മുഹമ്മദ് സാഹിബ് ഒന്ന് മ്യൂട്ട് ഒഴിവാക്കിയാൽ. ഞാൻ വായിക്കട്ടെ. എനിക്ക് തെറ്റിയൊന്ന് അറിയാൻ വേണ്ടിയിട്ട് അത്ഭുതം ഉണ്ടായിരുന്നു എനിക്ക് തെറ്റാണെന്ന് കേട്ടപ്പോ. മിനിസ്റ്റർ ഓഫ് എൻവയൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് മിനിസ്റ്റർ ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് പബ്ലിക് എന്റർപ്രൈസസ്. ഈ ഹെവി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് രാജ്യത്തെ വൻകിട വ്യവസായങ്ങൾ എന്ന് പറയുന്നതിന്റെ അർത്ഥത്തിലാണ് എടുത്തത്. ആ അർത്ഥത്തിലാണ് അദ്ദേഹത്തെ ആ വൻകിട വ്യവസായങ്ങളിൽ വരുന്ന കാര്യങ്ങളിൽ ഒന്ന് മാത്രം ഒരു വാക്ക് ഉപയോഗിച്ചു ഞാൻ ഗണിയുന്നത്. അതാണ് അദ്ദേഹത്തിന് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. ഈ വൻകിട ഫാക്ടറികളുടെ ഉടമസ്ഥനാകുന്ന മന്ത്രി തന്നെയാണ് പരിസ്ഥിതിയുടെ മന്ത്രി എന്ന് പറയുന്നതിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കാനായിരുന്നു ആ ഒരു പ്രയോഗം നടത്തിയത്. അപ്പൊ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. എനിക്ക് തെറ്റിപ്പോയോ? ഹെവി ഇൻഡസ്ട്രീസിന്റെ ചുമതല വേറെ ഏതോ മന്ത്രിക്കായോ? ഇപ്പൊ ഞാൻ ഗൂഗിൾ ചെയ്തു. അപ്പോ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അത് വളരെ വസ്തുനിഷ്ഠമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ജാവേദ്കർ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ മന്ത്രി തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ഇന്ത്യയിലെ വൻകിട വ്യവസായങ്ങളുടെ മന്ത്രിയും. ഓക്കെ, അപ്പൊ ക്ലിയർ ആയി. ആ വിഷയം എന്തായാലും ചർച്ചയിൽ വന്നതുകൊണ്ട് ക്ലിയർ ആയത് സന്തോഷം. ടി മുഹമ്മദ് സാഹിബ് പറയാലോ അല്ലെ? ഓക്കെ. ഓക്കെ, അപ്പോ അടുത്തതായി സംസാരിക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന ശൂറ അംഗം ടി മുഹമ്മദ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാൻ, ടി മുഹമ്മദ് സാഹിബ് കുറെ നേരമായി ഇതിൽ കയറാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. ഇന്റർനെറ്റിന്റെ ഇഷ്യൂ കൊണ്ടെങ്ങാൻ കയറാൻ കഴിഞ്ഞില്ല. ഹമീദ് അലി സാഹിബിന്റെ സംസാരം തുടങ്ങുന്നതിന് മുന്നേ തന്നെ മൂപ്പര് ട്രൈ ചെയ്തിരുന്നു. ഇപ്പോഴാണ് ഞാൻ വേറൊരാളെ അയച്ചിട്ടൊക്കെയാണ് ഇപ്പോ നെറ്റ് ഷെയർ ചെയ്തിട്ടൊക്കെയാണ് ഇപ്പൊ കയറിയിട്ടുള്ളത്. അതുകൊണ്ട് ചർച്ചയിൽ വന്നത് ഒരു പക്ഷെ ടി മുഹമ്മദ് സാഹിബിന് കേൾക്കാത്തതിന്റെ പ്രതിസന്ധി ഉണ്ടാവും. ഏതായാലും സംസാരിക്കാൻ വേണ്ടി ടി മുഹമ്മദ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്.